ബിസ്മില്ല. ഇൻഷാ അല്ലാ നമ്മൾ മദർഹുഡിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി 3 ഉമ്മമാർ കുട്ടികളൊക്കെ ഉറക്കി ഫ്രീ ആയിട്ടിരിക്കുകയാണ്. മദർഹുഡിനെ പറ്റി ശരിക്കും നമ്മളൊക്കെ ആലോചിച്ച് തുടങ്ങുന്ന എപ്പോഴാണെന്ന് ഞാനിങ്ങനെ ഓർത്തു. അപ്പം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ലേണിംഗ് ടു ബി എ മദർ എന്ന് പറഞ്ഞിട്ടൊരു എസ്സേ ഉണ്ടായിരുന്നു. അതാണ് അതുവരെ കണ്ട നമ്മളൊരു ഉമ്മ സങ്കല്പം ഉണ്ടല്ലോ, മാതൃത്വത്തിൻ്റെ ഒരു സങ്കല്പം, ഒരു ഫിഗർ, നമ്മൾ വായിക്കുന്ന സിനിമകളിൽ കാണുന്ന എല്ലായിടത്തും കാണുന്ന ഒരു സങ്കല്പത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു ചിന്ത തന്ന ഒന്ന്. മദർ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീങ് ആണ്. ഒരു ഹ്യൂമൻ ബീങ്ങിനുള്ള എല്ലാ പ്രയാസങ്ങളും ഉള്ള ഫോൾട്ടുകൾ വരുന്ന ഒന്നാണ് ഉമ്മ എന്നുള്ളത്. അത് കഴിഞ്ഞ് ശരിക്കും മദർഹുഡിനെ പറ്റി നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത് ഉമ്മയാകുന്നത് മുതൽ തന്നെയാണ്. ഉമ്മ ആകുക പറയുമ്പം നമ്മൾ പ്രഗ്നൻസിൻ്റെ ആ ജേണി മുതലാണ്. അപ്പം അവിടുന്ന് തൊട്ട് തുടങ്ങുമ്പം നമ്മുടെ പോസ്റ്റ്പാർട്ടം, കുട്ടി ഉണ്ടാകുന്ന സമയം. ഇൻഷാ അല്ലാ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മദർഹുഡ് ആസ് ആൻ ഇബാദ ആൻഡ് മദർഹുഡ് അതർ ഇബാദത്ത് എന്നുള്ളതാണ്. അതുപോലെ ഒരു മദർ ഫ്രണ്ട്ലി സൊസൈറ്റി ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റി. സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു കുട്ടിനെ വളർത്താൻ, ഒരു ചൈനീസ് പഴമൊഴി ഉണ്ടല്ലോ, ഒരു കുട്ടിനെ വളർത്താൻ ഒരു ഗ്രാമം മുഴുവൻ വേണമെന്നുള്ളത്. ഒരു ഉമ്മക്ക് നല്ലൊരു ഉമ്മയാവാൻ ഒരു എൻറ്റയർ സൊസൈറ്റി വേണമെന്ന് തോന്നാറുണ്ട്. ഇൻഷാ അല്ലാ അതിലേക്കാണ് നമ്മളെ ചർച്ച. ഖുറാനിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഉമ്മയെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും നാവിൻ്റെ തുമ്പത്ത് വരുന്ന ആയത്ത് എന്ന് പറയുന്നത് സൂറ ലുഖ്മാനിലെ ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അല്ല വഹിൻ എന്നുള്ള ആയത്താണ്. എനിക്ക് അത് നമ്മളെപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്, എപ്പോഴും കേൾക്കുന്ന ഒരു ഖുറാനിക ആയത്താണ്. എനിക്ക് അതിനേക്കാളേറെ ഒരു സ്ത്രീൻ്റെ ഗർഭകാലത്തെ പ്രയാസം അതൊക്കെ അതിനേക്കാളേറെ കൺസിഡർ ചെയ്യുന്ന ഒരു ആയത്തായി തോന്നിയിട്ടുള്ളത് മറിയം ബീവിയെ വർണ്ണിച്ചുകൊണ്ട് അവർ ആ പ്രസവ വേദന അധികരിച്ച സമയത്ത് ഈത്തപ്പനെ അതിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളൊരു പറച്ചിലുണ്ടല്ലോ, അവർ ആ സമയത്ത് പറഞ്ഞ ആ വാക്ക് വിശുദ്ധ ഖുർആൻ അപ്പടി അങ്ങനെ എടുത്ത് പറയുന്നുണ്ടല്ലോ. ഈ ഒരു മൊമെൻറ്റ് ഞാൻ ഈ സമയത്തൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു വിസ്മരിക്കപ്പെട്ടവളായി മാറിയിരുന്നെങ്കിൽ, ആ ഒരു വേദനയുടെ തീവ്രത, ഒരു ഫിസിക്കലോ മെൻ്റലോ ഉള്ള ഒരു അങ്ങേയറ്റത്തൊരു വേദന, അത് വിശുദ്ധ ഖുർആനിലൊരു ആയത്തായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അത് കൺസിഡർ ചെയ്ത് അത് പറയുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ അവരെ സമാധാനിപ്പിച്ചുകൊണ്ടുള്ള വാക്ക്, നീ വ്യസനിക്കേണ്ട, നിനക്ക് ഈത്തപ്പഴമുണ്ട്, താഴ്ഭാഗത്ത് കൂടി അരുവി ഒഴുകുന്നുണ്ട്, ആ ഒരു സമാധാന വാക്ക് അതാണ് എന്നെ കുറച്ചുകൂടി ഇതൊക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ട്, ഇതിനൊക്കെ വിലമതിക്കപ്പെടുന്നുണ്ട് സ്ത്രീകളുടെ ഒരു ആ സമയത്തെ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും എന്ന് എനിക്ക് കുറച്ചും കൂടി കണക്റ്റ് ആയത് ആ ഒരു ആയത്താണ്. അത് ലോക മുസ്ലിങ്ങൾക്ക് മാതൃകയായിട്ട് പറഞ്ഞ ഒരു സ്ത്രീനെ ആ സമയത്ത് ഒരു നമ്മൾ ഇമോഷണൽ ഫിസിക്കൽ അവസ്ഥയെ കുറിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, നിങ്ങൾ മരണത്തെ ആഗ്രഹിച്ചു പോകരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് അത്രയും പെയിനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് പടച്ചോന് അറിഞ്ഞിട്ട് അത് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഖുർആനിൽ ആ വാക്യം എടുത്ത് പറയാണ് എന്നുള്ളതാണ്. അതിപ്പോൾ സൊസൈറ്റിയിൽ മുഴുവൻ ആളുകളും ഇപ്പോൾ പ്രസവിക്കുന്നത് ഇതിപ്പോൾ എല്ലാവരും പ്രസവിക്കണതല്ലേ എന്ന് സിമ്പിളായിട്ട് എടുക്കുമ്പോൾ അത് ഓരോരുത്തരും അത്രയും അനുഭവങ്ങളും അത്രയും യാതനകളും അനുഭവിച്ചുകൊണ്ടാണ് ഈ പ്രസവം നടക്കുന്നത് എന്നുള്ളത് ഖുർആൻ എടുത്ത് പറയുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് അത് വായിക്കുമ്പോൾ തോന്നുന്നത്. ഇന്നലെ ഒരാളുടെ സ്റ്റാറ്റസിൽ തന്നെ കണ്ടു, ഒരു അമുസ്ലിം സുഹൃത്ത് പറയുകയാണ്, നമ്മളെപ്പോഴും കേൾക്കുന്ന കഥയാണ്, പക്ഷെ എനിക്ക് എന്തോ ആ ഒരു സമയത്ത് വളരെ ഹാർട്ട് ടച്ചിങ് ആയി തോന്നി. അപ്പോൾ അതിലവർ പറയുന്നുണ്ട്, ഇപ്പോൾ ഹജ്ജിലെ അനുഷ്ഠാനം, ഇപ്പോൾ ഹജ്ജ് കാലത്താണല്ലോ നമ്മളുള്ളത്, അപ്പോൾ സ്വന്തം കുഞ്ഞിന് ദാഹാർത്തനായ തൻ്റെ കുഞ്ഞിന് വെള്ളം തേടിയിട്ട് ഉമ്മ അലഞ്ഞിട്ടുള്ള ആ ഒരു ഓട്ടം, അപ്പോൾ കാലങ്ങൾക്കിപ്പുറം നമ്മൾ സഈ എന്നുള്ള ആ ഒരു കർമ്മ, ഹജ്ജിൻ്റെ നിർബന്ധമായിട്ടുള്ള ആ ഒരു പാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഉമ്മ അവരുടെ കുഞ്ഞിന് വേണ്ടി ആ ഓടിയിട്ടുള്ള ആ ബേജാറ് പിടിച്ചിട്ടുള്ള ഒരു ഓട്ടം ഉണ്ടല്ലോ, അതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം അതിൻ്റെ ഒരു നിർബന്ധമായ അനുഷ്ഠാന കർമ്മത്തിൽ ഈ സഈ എന്ന പാർട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് സഫ മർവ കുന്നുകൾക്കിടയിലുള്ള ആ ഓട്ടം. അതിൽ തന്നെ പറയുന്നത് പുരുഷന്മാർ ആ സമയത്ത് കുലുങ്ങി ഓടുക തന്നെ വേണം, പക്ഷെ സ്ത്രീകൾ അല്പം വേഗത്തിലൊന്ന് നടന്നാൽ മതി. അങ്ങനെ അതായത് ആ സ്ത്രീകളുടെ ഓട്ടം മുഴുവൻ അന്ന് ഓടി തീർത്തിട്ടുണ്ട് ബേജാറ് പിടിച്ചിട്ടൊരു ഉമ്മ. അപ്പോൾ ആ ഒരു സ്ത്രീയെ എന്താ പറയുക പിന്തുടരാൻ വേണ്ടിയിട്ട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മതം. എനിക്ക് ഭയങ്കര അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഒരു മുസ്ലിം സുഹൃത്താണ് അത് പറയുന്നത്. ഈ ഒരു മതം എങ്ങനെയാണ് സ്ത്രീനെ അരികുവൽക്കരിക്കപ്പെടുന്നു, ഈ മതത്തിൽ സ്ത്രീ തരം താഴ്ന്നവളായി കാണുന്നു എങ്ങനെ പറയാൻ പറ്റും എന്നൊരു സംഗതി വായിക്കേണ്ടത്. അപ്പോൾ എനിക്ക് വളരെയധികം ടച്ചിങ് ആയി തോന്നി. എപ്പോഴും അത് കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്, സ്ത്രീൻ്റെ ഓരോ ചെറിയ പ്രയാസങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അത് എടുത്ത് കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്, അതിലെ ആളുകൾക്ക് അത് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുലയൂട്ടലിൻ്റെ ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയ്ക്ക് അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സ്ത്രീ അതിന് കാത്തിരുന്നൊരു കുട്ടി ഉണ്ടാവുമ്പോൾ
അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ സർവത്ത് സക്കത്ത് വജ്ഹ, കൈകൾ ഇട്ടടിച്ചു എന്നുള്ളതാണ്. അതും എനിക്ക് തോന്നുന്നു ഇമോഷൻ്റെ ഒരു എക്സ്ട്രീം ലെവല് ഖുർആൻ അങ്ങനെ തന്നെ കാണിക്കുകയാണ്. അത്രയും കാലം കൊതിച്ചിട്ട് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ എക്സ്ട്രീമായിട്ട് ആ ഇമോഷൻ കാണിക്കുകയാണ് ആ സ്ത്രീ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂസ അലൈഹി സ്വലാമിൻ്റെ ഉമ്മേൻ്റെ കാര്യമാണ് എനിക്ക് അതും എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതായത് ആ ഉമ്മക്ക് ടെൻഷൻ, ആൺമക്കളൊക്കെ കൊന്നു കളയാണല്ലോ ഫറോവ, അപ്പം എൻ്റെ കുഞ്ഞിന് ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നത്, നീ ആ കുഞ്ഞിന് മുല കിട്ടിക്കോ, നിനക്ക് ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ബേജാറുണ്ടെങ്കിൽ നീ അവളെ അതിനെ നദിയിൽ വിട്ടേക്ക്. എന്നിട്ടും നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ കാണാറുള്ള ഒരു ഉമ്മയുടെ പ്രതിനിധാനം, ബേജാറ് പിടിച്ച് മൂത്തെത്താത്തന്നെ പറഞ്ഞേക്കണേ, എന്താ കുട്ടി എന്താ അവിടെ നിന്ന് പോയി നോക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കൊരു ഇത് റിയാലിറ്റിയിൽ നിന്ന് ഉള്ള വേറെന്തോ, റിയാലിറ്റി അല്ലാത്ത വേറെന്തോ സാധനങ്ങളല്ല റബ്ബ് പറയുന്നത്, ഒരു സാധാ ഉമ്മമാരുടെ ഒരു ബേജാറും കാര്യങ്ങളും. എന്നിട്ട് അള്ള ഇതിലൊരു ക്ലൈമാക്സ് വെക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശത്രുവിൻ്റെ ഭവനത്തിൽ തന്നെയാണ് പോകുന്നത്. എന്നിട്ട് ആ ശത്രു പേയ്മെൻറ്റ് കൊടുത്തിട്ട് സ്വന്തം ഉമ്മാക്ക് മുല കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നു. അപ്പോൾ ഈ ഒരു ഉമ്മാൻ്റെ കൺ കുളിർക്കാൻ വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു തആല ഒരു തന്ത്രം മെനയുന്നു. അത് പറയുന്നുണ്ട് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിൽ, അവളുടെ കണ്ണ് കുളിർക്കാൻ വേണ്ടി ആ മകനെ ഞാൻ തിരിച്ചേൽപ്പിച്ചു. കൊട്ടാരത്തിൽ കുഞ്ഞെത്തി, മുലയിട്ടാൻ ആളുകൾ വന്നു, ഒരു ആളെയും കുഞ്ഞ് തൊടാൻ സമ്മതിക്കുന്നില്ല. സ്വന്തം ഉമ്മ വന്നപ്പോൾ അങ്ങനെ ആ കൊട്ടാരത്തിൽ തന്നെ ഉമ്മക്കും മകനും കളിച്ച് ചിരിച്ച് വളരാനുള്ളൊരു സംവിധാനം അള്ളാഹു ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആവില്ല പലപ്പോഴും റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തുന്നുണ്ടാവും. അത് ലൈഫിലും അങ്ങനെ തന്നെയാണല്ലോ. സമൂഹത്തിൽ ശരിക്കും നമ്മൾ കാണുന്ന ഉമ്മാൻ്റെ ഈ ബേജാറ്, അല്ലെങ്കിൽ ഉമ്മാൻ്റെ പിന്നെ ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്യാറുണ്ട് മാതൃത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഉമ്മാക്ക് കുറേ സങ്കടങ്ങൾ, വിഷമങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു സാധനം പടച്ചവൻ അതുപോലെ അക്സെപ്റ്റ് ചെയ്ത് അത് കാണിക്കുന്നത്. കാരണം അത് ആരും കാണൂല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ബാക്കിയുള്ളവർ ഈ റൊമാൻറ്റിസൈസിങ്ങിൽ പെട്ടുപോകുന്ന ഒരു സാധനം, അതിനെ പടച്ചവനെ കൃത്യമായിട്ട് അവിടെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ഇമോഷൻസ്, കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണെന്നുള്ളത് പടച്ചവനായിട്ട് അവിടെ ഖുർആനിൽ കൊടുക്കുമ്പോൾ നമ്മൾ വഹനൻ അലാ വഹൻ എന്ന് പറഞ്ഞത് ക്ഷീണത്തിന് മേൽ ക്ഷീണം. അതിൽ ഹാ എന്നുള്ള അക്ഷരം കനുള്ള അക്ഷരമാണ്. ഖുർഹൻ എന്ന് പറഞ്ഞിടത്തും കനുള്ള അക്ഷരമാണ്. ആ കനത്തിനെ അവിടെ കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എൻ്റെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ നമ്മളൊക്കെ ജനറേഷന് എന്തിനാണ് ഇങ്ങനെ എഫേർട്ട് എടുക്കുന്നത്? ആ ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ സുഖം, നമ്മളെ ഇഷ്ടം, നമ്മളെ നർച്ചർ ചെയ്യുക, ലവ് യുവർ സെൽഫ്, അതൊക്കെ വേണം. ആ സമയത്ത് നമുക്ക് എന്തിനാണ് ഈ എഫേർട്ട് എടുക്കുന്നത് എന്നുള്ള എഫേർട്ടാണ്, അത് പഠിച്ചവൻ കാണുന്നുണ്ട്, അതൊക്കെ ഓക്കെ. എന്തിനാണ് എഫേർട്ട് എടുക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ശരിക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങനെ കുറേ മക്കളൊന്നും വേണ്ട, അത് പ്രയാസമാണ് എന്നുള്ളിടത്ത് നിന്ന് ആസ് എ മുസ്ലിമ നമ്മൾ ആലോചിക്കുക എന്താണ് ഇതിന് റിവാർഡ് കിട്ടുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ആൻസറായിട്ട് എനിക്ക് കിട്ടിയതും എന്നെ തൃപ്തിപ്പെടുത്തിയതും 1-2 ഹദീസുകളാണ്. അപ്പോൾ ഒരു അൻസാരി വനിത സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ആണുങ്ങൾക്ക് ഒരുപാട് പ്രതിഫലമുള്ള കാര്യങ്ങളുണ്ട്, അവർക്ക് ജുമ്മകളിൽ എല്ലാ വക്തിനും പള്ളിയിൽ പോകാം, ജുമ്മയിൽ പങ്കെടുക്കാം, വളരെ വിശദമായിട്ടാണ് സ്ത്രീ ചോദിക്കുന്നത്. എന്നാൽ നമ്മളെ സ്ത്രീകളെ നോക്ക്, നമ്മൾ വീട്ടിൽ കുട്ടികളെ നോക്കേണ്ടതുണ്ട്, ഭർത്താക്കന്മാരുടെ അവരുടെ വസ്ത്രങ്ങൾ നന്നാക്കേണ്ടതുണ്ട്, വീട് പരിപാലിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ അയച്ചത് ബാക്കിൽ കുറച്ച് അൻസാരി സ്ത്രീകളുണ്ടല്ലോ, അവരോട് നീ പോയിട്ട് പറയണം, അവർ പുറത്ത് ജിഹാദിന് പോകുന്നുണ്ട് അവർ. അപ്പോൾ ജിഹാദിന് പോകുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി വീട്ടിൽ ഇത്തരം പണികൾ എടുക്കുമ്പോൾ ജിഹാദിന് പോകുന്ന അതേ പ്രതിഫലം നിങ്ങൾക്കുണ്ടെന്ന് പറയാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ചെറിയ കാര്യമല്ല, അതേ പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞപ്പം എൻ്റെ പ്രഗ്നൻസീൻ്റെ തുടക്ക സമയത്ത് നമ്മളൊരു പ്രഗ്നൻസി ബ്ലൂസ് ഉണ്ടാവുമല്ലോ, ആ സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഹസ്ബൻഡ് പറയാറുണ്ട്, ജിഹാദിൻ്റെ പ്രതിഫലമാണ്, അത് വെറുതെ കിട്ടൂലല്ലോ, നമ്മളെ രക്തവും ജീവനും പടച്ചവൻ്റെ മാർഗത്തിൽ അർപ്പിച്ചിട്ട് ഏറ്റവും മാക്സിമം എഫേർട്ട് എടുക്കലാണ് ജിഹാദ്. അത് യുദ്ധം മാത്രമല്ല, മാക്സിമം എഫേർട്ട് എടുക്കലാണ്. ആ എഫേർട്ടിൻ്റെ പ്രതിഫലമാണ് ഇവിടെ കിട്ടുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ പ്രതിഫലം ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ആയിക്കൂടാന്നുള്ള ചിന്തയാണ് സത്യത്തിൽ മാതൃത്വത്തിന് ഒരു പ്രചോദനം എന്നുള്ള നിലക്ക്. വേറെ ഹദീസുകളുണ്ട്, നിങ്ങൾ പാല് കൊടുക്കുന്നതിന് പോലും പ്രതിഫലം പറഞ്ഞുകൊണ്ടുള്ള, പക്ഷെ അതിൻ്റെ സനദുകൾ നോക്കുമ്പോൾ അത്ര സ്വഹീഹല്ല എന്ന് നമുക്ക് ഖുർആനിൽ മറ്റേ വഹനൻ ആല വഹനൻ കഴിഞ്ഞ ഒഫിസാലുഹൂഫി ആമേ 2 വർഷം അവര് മുലകുടി പൂർത്തീകരിക്കുന്നുണ്ട്. അതിനും കൂടി ഈ പ്രയാസം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പറയണത്. അതായത് ഈ പാല് കൊടുക്കുന്നത് ശരിക്കും കാണുന്നവർക്ക് അത് സിമ്പിൾ പ്രോസസ്സ് ആണെങ്കിലും, പക്ഷെ ആ ഒരു ഉമ്മേനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ സോഴ്സൊക്കെ ആ കുട്ടിക്ക് പകർന്നു കൊടുക്കുകയാണ്.
അപ്പം അത്രയും ആ സമയത്ത് പോലും ഈ ഉത്തരവാദിത്തങ്ങൾ ഷെയറിങ്ങിൽ ഒക്കെ വരുന്നത് അതാർക്കാണ്? അതിൻ്റെ ഉത്തരവാദിത്തം അതിൻ്റെ പിതാവിനാണ് കൊടുക്കുന്നത്. അത് ഉമ്മാക്ക് മാത്രമുള്ള ഒരു എന്താണ് പ്രോസസ്സായിട്ടൊക്കെയാണ് നമ്മൾ കുട്ടിക്ക് പാൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഷറൈസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ കുട്ടിക്ക് പാൽ കൊടുക്കുക എന്നുള്ളതിൻ്റെ മഹത്വം കാര്യങ്ങളൊക്കെ പറയുന്നതോടൊപ്പം അതിൽ പിതാവിനും കൂടി ആ ഉമ്മാക്ക് ആ സമയത്ത് വേണ്ട ന്യൂട്രീഷൻസ് കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കേണ്ട ആവശ്യകതകളൊക്കെ പറഞ്ഞു വെക്കുന്ന പോലെ അത് പറഞ്ഞപ്പോൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് മദറിങ് മാത്രമല്ല, പക്ഷേ നമ്മളിപ്പം സംസാരിക്കുന്നത് മദേഴ്സിനെ പറ്റിയാണെന്നുള്ളത് മാത്രമാണ്. അത് ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻറ്റയർ സൊസൈറ്റി ഷെയർ ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പം ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അല വഹനിൻ വഫിസാലുഹു ഫി ആമൈന്, അവൻ്റെ മുലകുടി പ്രായം 2 വർഷമാണെന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ അത് ചെറുതായപ്പോൾ അത് പഠിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അത് 2 വർഷമാണെന്നുള്ള നിയമം പറയാനാണെന്നാണ്. പിന്നെ പാല് കൊടുത്ത് തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് ആ വഹിനിനോടൊപ്പം ചേർത്ത് പറയാണ്, ആ പ്രയാസത്തിനോടൊപ്പം ചേർത്ത് പറയാണ് ഈ പ്രോസസ്സ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു വെച്ചല്ലോ, അത് പിതാവിൻ്റെ ബാധ്യതയാണ് നന്നായിട്ട് കുട്ടിക്ക് ഫീഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് നോക്കുക. അത് തൊലാക്ക് ചെയ്യപ്പെടുന്ന സമയത്തല്ലേ, തൊലാക്കിൻ്റെ അവസ്ഥയിൽ പറയുന്നത് അവൾ ഗർഭിണിയാണെങ്കിൽ അവൾക്ക് ചെലവിന് കൊടുക്കുക, പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ കുട്ടിക്ക് അവൾ പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം കൊടുക്കുക എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഉപ്പൻ്റെ ഉത്തരവാദിത്തം, പിതാവിൻ്റെ ഉത്തരവാദിത്തമായിട്ട് ആ പാല് കൊടുക്കുക എന്നുള്ള പ്രോസസ്സിനെ തന്നെ വലിയ പ്രോസസ്സായിട്ട് കാണുന്നതുകൊണ്ടാണ് അതിന് നീ അജ്റ് കൊടുക്കുക എന്നാണ് പറയുന്നത്, അതിന് പ്രതിഫലമായിട്ട് കൊടുക്കുക. വലിയ പ്രോസസ്സായിട്ട് കാണുന്നു എന്ന് മാത്രമല്ല അത് ചെയ്യുക എന്നുള്ളത്, ഉറപ്പ് വരുത്തുക എന്നുള്ളത് പിതാവിൻ്റെ ഉത്തരവാദിത്തം. പ്രഷറൈസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വൈൻ താസർത്തും ഫസത്തുർലിയോ ലഹുന്ന ഉഹ്റ എന്ന് പറയുന്നുണ്ട്. ലഹു ഉഹ്റ, അവന് വേണ്ടി ഫൈൻ താസർത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം ഞെരുക്കം കാണിക്കുകയാണെങ്കിൽ, ആ ഞെരുക്കം എന്ന് പറയുന്നത് ഫിസിക്കൽ ആവാം മെൻ്റൽ ആവാം അല്ലേ, അതായത് വേറൊരാളെ ഏൽപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് അതിന് തടസ്സമില്ല. ഒരു കുട്ടി കാരണം ആ കുട്ടി ഉണ്ടായെന്നുള്ള പേരിൽ ഒരു മാതാവോ ഒരു കുട്ടി ഉണ്ടായെന്നുള്ള പേരിൽ ആ പിതാവോ ചിലവിൻ്റെ കാര്യം പറഞ്ഞിട്ട് ക്രൂശിക്കപ്പെടരുത്. അങ്ങനെ ആ ഒരു നമ്മളുടെ ഭാഗത്ത് നിന്ന്, മനുഷ്യന്മാരുടെ ഭാഗത്ത് നിന്ന് സർവശക്തനായ അള്ളാഹു അത് നമ്മുടെ ഇമോഷൻസിനെ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് പല നിയമങ്ങളും വരുന്നത്. അതുപോലെ ഈ മുലകുടി എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇപ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാവും, മുലകുടി കൊടുക്കുന്ന അമ്മമാർക്ക് മനസ്സിലാവുന്നുണ്ട്. ആ പാലൂട്ടുന്ന സമയത്ത് നമ്മൾ ഒരാളോട് സംസാരിക്കുക, നമ്മളോട് ആരും സംസാരിക്കുക വന്നു, അപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ഈ കുട്ടി പാല് കുടിക്കൽ നിർത്തും, നന്നായിട്ട് കരഞ്ഞിട്ടായിരിക്കും നമ്മളിത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ചോദിക്കും ഇപ്പം എന്താ വേണ്ടേ, പക്ഷെ ആ കുട്ടിക്ക് നമ്മൾ വേറെ ആരോടോ സംസാരിച്ചിട്ട് മെക്കാനിക്കലായിട്ട് പാല് കൊടുക്കുന്ന ആ സംഭവമല്ല, കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബോണ്ട് അത് സ്ട്രോങ് ആവുന്ന വലിയൊരു പ്രോസസ്സും കൂടിയാണ്. ന്യൂട്രിയൻസ് എത്തൽ മാത്രമല്ല, ഒരുപാട് ആ കുഞ്ഞിൻ്റെ കുഞ്ഞു കുഞ്ഞു ചലനങ്ങളിലൂടെ ആ കുഞ്ഞ് നമ്മളോട് ഇമോഷണലി കണക്റ്റ് ആവുകയാണ്, നമ്മുടെ മുഖത്തേക്ക് തന്നെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ ഈ സമയം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഫോണിൽ നോക്കാം, അല്ലെങ്കിൽ ഫോൺ വേണ്ട അതിന് പുസ്തകം ആയിക്കോട്ടെ പുസ്തകം നോക്കാം, അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുക. ഇതൊന്നും ആ കുട്ടി ആഗ്രഹിക്കുന്നതല്ല. ആ കുട്ടി വെറും ന്യൂട്രിയൻസ് മാത്രമല്ല ആഗ്രഹിക്കുന്നത്, ഈ അമ്മയോടുള്ള ആ കുട്ടിയുടെ ഒരു ക്വാളിറ്റി ടൈം ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി അത് മാത്രമല്ല, വേറെ ആളെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞല്ലോ, ആ ഏൽപ്പിക്കുന്ന സമയത്ത് ആ ഏൽപ്പിക്കുന്ന മാതാവിനും ഈ മാതാവിന് തത്തുല്യമായിട്ടുള്ള പരിഗണന വിശുദ്ധ ഖുർആൻ കൊടുക്കുന്നുണ്ട്. അത് മുഖേന ഉണ്ടാവുന്ന ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും, സ്വന്തം സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും കൊടുക്കേണ്ട സാധനം, അത് മുഖേന ഉണ്ടാകുന്ന എല്ലാ റിലേഷൻഷിപ്പും സ്വന്തം മാതാവ് മുഖേന ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് പോലെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ എണ്ണി പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് വലിയൊരു പ്രോസസ്സാണ്, അതിനെ അങ്ങനെ തന്നെ പഠിച്ചവൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പ്രസവത്തിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് അതൊക്കെ ആലോചിച്ചിട്ട് എൻ്റെ ശരീരം എന്നൊക്കെ ആലോചിച്ചിട്ട് കുട്ടികൾ ഇല്ലാതിരിക്കുന്ന ഒരു പ്രവണത, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളൊന്നും വേണ്ട എന്നൊക്കെ പറയുന്ന ഒരു പ്രവണത ഒക്കെ ഉണ്ടല്ലോ സമൂഹത്തിൽ. ആ സമയത്ത് എനിക്ക് പറയാനുള്ളത് അൽഹംദുലില്ലാ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഇപ്പോൾ 3 കുട്ടികളായി. അപ്പം അൽഹംദുലില്ലാ അത് കുട്ടികൾ കുറേ വേണം എന്നുള്ള ഒരു ചിന്ത വരുന്നത് എവിടെന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പലസ്തീനിലൊക്കെ ആളുകളൊക്കെ നോക്കുകയാണെങ്കിൽ അവർ കുട്ടികളെ വളർത്തുന്നതും അവർ കുട്ടികളെ പ്രസവിക്കുന്നതും തന്നെ ഭയങ്കര ഒരു എന്താണ് പ്രൗഡായിട്ട് ഇബാദത്തായിട്ട് തന്നെ കാണുകയാണ്. അവിടെ ആ കുട്ടികളെ വളർത്തുന്നത് ഒരു എന്താണ് യുദ്ധത്തിനുള്ള പോരാളികളെ ഉണ്ടാക്കുന്ന പോലെയാണല്ലോ. പക്ഷേ അതിലപ്പുറത്തേക്ക് പിന്നെ സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെൽഫ് ലവ് ഇതെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ വേണ്ടാന്ന് വെക്കുന്നിടത്ത് നിന്ന് ഈ കുട്ടികൾ ഉണ്ടാക്കുന്നിടത്ത് പഠിച്ചവന് നമുക്ക് റിവാർഡുകൾ ഇങ്ങനെ വാരിച്ചു വരികയാണ്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും എന്താണ് ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പലപ്പോഴും കളിയാക്കിക്കൊണ്ട് പറയാറുണ്ട്, ഈ കാക്കന്മാർ കുറേ കുട്ടികളുണ്ടാക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ
അതിൽ ആ ഉമ്മമാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ആ പാരൻസിന് കിട്ടുന്ന എന്താണ് റിവാർഡുകൾ പടച്ചോൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. നിങ്ങൾക്ക് 2 മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് അദ്ദബഹുന്ന അല്ലേ, അവരെ നന്നായിട്ട് വളർത്തുകയും കല്യാണം കഴിപ്പിച്ച് അയക്കുകയും ചെയ്താൽ സ്വർഗ്ഗം ഉണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മനസ്സിലാവുന്നത് ചില്ലറ പ്രോസസ്സ് അല്ല. അത് ഈ കുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഇങ്ങനെ ബിൽട്ടപ്പ് ചെയ്ത് കൊണ്ടുവരികയാണല്ലോ. ഒരു പിന്നെ ഹ്യൂമൻ ബീയിങ്ങിനെ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങാനുള്ള ഒരാളെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അവരുടെ മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി ഉള്ള എല്ലാ എന്താണ് കാര്യങ്ങളും നമ്മൾ ടേക്കപ്പ് ചെയ്യാണ്, അവരെ കെയർ ചെയ്ത് കൊണ്ടുവരികയാണ്. ഈ അടുത്ത് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടു, ചോറിനും പേരിനും മാത്രമുള്ള യന്ത്രങ്ങളോ സ്ത്രീകൾ. കുറച്ച് നാൾ മുമ്പാണെങ്കിൽ ഞാൻ ഇത് ഭയങ്കര എന്തിനാണ് അങ്ങനെ ആലോചിക്കുമായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ അടിയിൽ പോയിട്ട് കമൻ്റ് ഇട്ട്, ചോറിനും പേരിനും എന്താണ് കുഴപ്പം? ചോറുണ്ടോണാണല്ലോ, നമ്മൾ തിന്നിട്ടാണല്ലോ, നമ്മൾ പ്രസവിപ്പിക്കപ്പെട്ടത് കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ജീവിക്കുന്നുള്ള. അപ്പോൾ അതിനൊരിക്കും മറുപടി ഉണ്ടാവില്ല, എന്താണ് കുഴപ്പം എന്നുള്ളത്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ച പോലെ ഇപ്പം നമുക്കിത് ട്രോളന്മാരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് മാത്രം കട്ട് ചെയ്തൊരു ട്രോളൊക്കെ ഇറക്കും. നമ്മൾ ധാരാളമായിട്ട് പ്രസവിക്കുന്ന സ്ത്രീകളായിട്ട് മുസ്ലിം സ്ത്രീകളെ കാണിക്കാറുണ്ട്. ശരിക്കും അതങ്ങനെ കാണിക്കുന്നത് ഇറ്റ്സ് ഓക്കെ എന്നുള്ളതാണ്. പക്ഷെ അതിനെ ഒരു കളിയാക്കൽ രൂപത്തിൽ സിനിമകളിലും അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങളിലും വരുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. കുറേ മക്കൾ ഇപ്പോൾ ഫലസ്തീനിലെ മക്കളെ പറ്റി പറഞ്ഞു, 8ഉം 10ഉം മക്കൾ. ഉമ്മുനില്ലാൽ എന്ന സ്ത്രീയല്ലേ ഹൻസായിനെ പോലെയാണെന്നാ പറയല്ലേ, ഈ കാലത്തിൻ്റെ ഹൻസ. 10 മക്കളെങ്ങാനുമാണ് യുദ്ധകാലത്തിലേക്ക് അയച്ചിട്ട് അവർ ഓരോരുത്തരും ഷഹീദായപ്പോൾ ലഡു വിതരണം ചെയ്തത് നമുക്ക് കാണാം. എനിക്ക് രണ്ടാളുടെ സംസാരത്തിൽ ഈ സെൽഫ് ലോ കാര്യങ്ങൾ വന്നല്ലോ. എനിക്ക് അതിൽ ആഡ് ചെയ്യാനുള്ള സാധനം പോലെ പോസ്റ്റ് പാർട്ടം ഒക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ലിബറൽ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ നമുക്ക് ഈ സെൽഫ് ലോ, സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ പലപ്പോഴും ദുർവ്യാഖ്യാനിക്കപ്പെടും. പക്ഷെ സത്യത്തിൽ സ്വയം ഈ മാതാവ് കെയർ ചെയ്യേണ്ട ഒരു സന്ദർഭം തന്നെയാണ് മദർഹുഡ്. അത് പ്രസവിച്ചെടുക്കുമ്പോൾ എല്ലാവർക്കും നല്ല ശ്രദ്ധയായിരിക്കും. അതല്ലാതെ തന്നെ ഈ പാരൻറ്റിങ് ജേണിയിൽ മുഴുവനായിട്ട് തന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജോബാണ്. ഒരു ടീച്ചർക്കാണെങ്കിൽ ആ കുട്ടികളെ മോൾഡ് ചെയ്യുന്നതിൽ ഒരു ടൈം ലിമിറ്റ് ഉണ്ടല്ലോ. ഇത് അതേപോലത്തെ ഒരു പ്രോസസ്സ് 24/7 ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഉറക്കമൊക്കെ സാക്രിഫൈസ് ചെയ്യുന്ന ആദ്യ നാളുകളുണ്ടായിരിക്കും പാരൻറ്റുകൾ. പക്ഷെ നമ്മൾ ആഗ്രഹിക്കും നമ്മളുടെ കുട്ടിയോട് വളരെ ക്ഷമയാണ് മെയിൻ ആയുധം. അപ്പോൾ അതിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കും. ആ പാരൻറ്ഹുഡിൻ്റെ കുട്ടികളുടെ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ അവർ തമ്മിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എല്ലതും മാനേജ് ചെയ്യേണ്ടി വരും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇണയോട് കുടുംബത്തിലെ മറ്റു ബാധ്യതകൾ അതൊക്കെ ക്ഷമാപൂർവ്വം ചെയ്യേണ്ടി വരും. അപ്പം ഇത്രയധികം ക്ഷമ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പം നമുക്കൊരാളോട് നന്നായിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ച് നല്ല മതിപ്പുണ്ടായിരിക്കണം. ഞാൻ ഓക്കെയാണ്, എനിക്ക് എല്ലാവരോടും ഞാൻ ഓക്കെ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ വിവാഹത്തിന് മുമ്പ് അല്ലെങ്കിൽ കുട്ടികളുണ്ടാവുന്നതിന് മുമ്പ് ഞാൻ കണ്ടെത്തുന്നത് എൻ്റെ വായനകളിലാണെന്ന് കരുതുക. എൻ്റെ പരന്ന വായനകളിൽ അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കാരങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിലാണ് അതാണ് ഞാനെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ചെയ്താലേ എനിക്ക് സംതൃപ്തി കിട്ടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷേ ഇത്രയും മക്കളെല്ലാം കൂടി വരുന്ന സമയത്ത് എനിക്കൊന്ന് ഒറ്റയ്ക്കിരുന്ന് കരയാനോ നല്ല രീതിയിൽ നമസ്കരിക്കാനോ ഒരു പേജ് ഖുർആൻ ഓതാനോ എൻ്റെ വായനകളിൽ അല്ലെങ്കിൽ എൻ്റെ ഇതിൽ വീഡിയോസ് കാണുന്നില്ല, എന്തെങ്കിലും ഒരാൾക്കൊരു ഹാബിറ്റ് ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഗാർഡനിങ് എന്തെങ്കിലും. അപ്പോൾ അതിൽ എൻ്റെ ഇഷ്ടത്തിൽ മുഴുകാനുള്ളൊരു സ്പേസ് ഒരു ലോങ് ടേം ആയിട്ട് നഷ്ടപ്പെടുക. സ്വന്തത്തെ കണ്ടെത്താനേ പറ്റുന്നില്ല, എന്നാൽ സ്വന്തം ഇണയോടുകൂടി അവരുമായിട്ട് പോലും സംസാരിക്കാനുള്ളൊരു ക്വാളിറ്റി ടൈം തീരെ കിട്ടാതെ അവസ്ഥ വരും. അപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം മോശമായിട്ട് ബാധിക്കും. അപ്പോൾ ഒരു ചെറിയ സ്പേസ്, അത് സ്ത്രീ മാത്രം വിചാരിച്ച് ചിലപ്പോൾ നടക്കില്ല ആ സമയത്ത്. അപ്പോൾ വീട്ടുകാരോ അല്ലെങ്കിൽ ഇണയോ കുറച്ച് സമയം അവൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കണം. എത്ര ഇൻറ്റൻസ് പീരീഡിലാണെങ്കിൽ പോലും, എത്ര തുടക്ക കാലഘട്ടത്തിൽ ഒരു കുട്ടിക്ക് മാതാവിന് നന്നായിട്ട് ആവശ്യമുള്ള സന്ദർഭത്തിലാണെങ്കിൽ പോലും ഈ മാതാവിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ, ഒരുപാട് കുട്ടീനെ മോഹിച്ച് വന്നൊരു മാതാവാണെങ്കിലും പിന്നീട് നമ്മൾ കേൾക്കുന്ന പല ന്യൂസുകളിലും കുഞ്ഞിനെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി, അതിന് തൊട്ട് നിമിഷങ്ങളിൽ വരെ നമ്മൾ ആ മാതാവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് കുട്ടീനോട് സ്നേഹം തോന്നുന്നില്ല, എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആരും ഇത് കൺസിഡർ ചെയ്യില്ല, നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കില്ല. എന്നിട്ട് ആ മാതാവ് കുട്ടീൻ്റെ മേലിൽ എന്തെങ്കിലും ഒന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാതാവിനെ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ശരിക്കും നന്നായി കൺസിഡർ ചെയ്തിട്ട് മാതാവിൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇത്രയും സംഗതികൾ ക്ഷമയോടുകൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മാതാവിന് വരുന്ന ഫിസിക്കലി മെൻ്റലി ആയിട്ടുള്ള ബേർഡൻസ് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാവണം. എന്നാൽ അവർക്ക് നന്നായിട്ട് ഇണയോട് ബിഹേവ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് മക്കളോട് ബിഹേവ് ചെയ്യാൻ പറ്റും. കാരണം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു എല്ലാ ദൗർബല്യങ്ങളുള്ളൊരു മനുഷ്യ സ്ത്രീയാണല്ലോ. ഞാൻ ചെറുപ്പത്തിൽ ആലോചിക്കാറുണ്ട് എല്ലാ പാട്ടുകളിലും എന്താണ് ഉമ്മമാരത്ര റൊമാൻറ്റിസൈസ് ചെയ്ത് പറയുന്നത്. പക്ഷെ നമ്മൾ കാണുന്ന ഉമ്മമാർ
എപ്പോഴും ഒച്ചയും ബഹളവും അടിയും തൊഴിൽ എന്താണ് ഇത്ര വൈരുദ്ധ്യം, എന്തുകൊണ്ട് ഇങ്ങനെ വൈരുദ്ധ്യം വരണം. അപ്പം ഞാൻ അന്ന് പ്രതിജ്ഞ ചെയ്തതാണ് ഇതൊരു ബദലായിരിക്കും. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വായന തുടങ്ങി. എന്താ തിരിച്ചും ബാധ്യതകളില്ലേ, അത് എവിടെ നിന്ന് കിട്ടും, ആ സംഗതികൾ എവിടെയാണ് പറയുന്നത്, അങ്ങനെ ഒരു വായന തുടങ്ങി. അങ്ങനെ ഒരിക്കലും ചെറുപ്പത്തിൽ നോട്ട് ചെയ്ത് വെച്ചു. അന്ന് എന്നോട് ആൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ കുട്ടിയായ എൻ്റെ മനസ്സിൽ ഇന്ന ഫീലിംഗ് വന്നു. അപ്പം ഞാൻ വലുതാകുമ്പോൾ ഇത് ആ കുട്ടിയുടെ ഫീലിംഗ് കൂടി കൺസിഡർ ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ള മറുവായനകളും ഇതും നമ്മൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ ഈ ഫീൽഡിലേക്ക് വരണം എന്ന് എനിക്ക് പറയാനുള്ളത്. അതായത് മദർഹുഡ് ഏറ്റെടുക്കുന്നതിന് മുന്നേ അതിനെ കുറച്ചും കൂടെ ഒന്ന് പ്രിപ്പറേഷൻ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല. എന്നാൽ പോലും പ്രഗ്നൻസിയിലൊരു പീരീഡ് ഉണ്ടല്ലോ, വരുന്നുള്ളൊരു മൊമെന്റ് ഉണ്ടല്ലോ, അപ്പോഴെങ്കിലും ബോധപൂർവ്വം ഏത് ഫീൽഡിൽ നമ്മൾ എക്സ്പേർട്ട് ആണെങ്കിലും അതിനേക്കാളൊക്കെ ഡിഫിക്കൽട്ടായിട്ടൊരു ജോബിലേക്ക് കടക്കാൻ പോകുന്നത് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഇല്ലെങ്കിൽ പാളിപ്പോവും. ശരിയാവും. എല്ലാ ജോബിനും അതിന് ട്രെയിനിങ് പീരീഡ് ഫസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു ജോബിന് ട്രെയിനിങ് പീരീഡ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ജലുവിൻ്റെ ഒരു ജേണി, എന്ത് പ്രൊഫഷണൽ ജേണിയോ എന്ത് പറയുകയാണെങ്കിലും അതിൽ ജലുവിനെ സ്വാധീനിച്ചത് അല്ലെങ്കിൽ എൻ്റെ ഉപ്പ അങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ജലുവിൻ്റെ മനസ്സിലാവും, എൻ്റെ മനസ്സിലുണ്ടാവും. ആരെങ്കിലും സ്വാധീനിച്ച ചെറുപ്പത്തിലെ ഞാനിങ്ങനെ നമ്മൾ സ്വാധീനിച്ച കുറച്ച് ആളുകളുണ്ടായിരിക്കും. അതുപോലെ നമ്മളുടെ കുട്ടി നാളെ ലോകത്ത് വേറെ ആരോ ആവാനുള്ള ആളുകളാണ്. അപ്പോൾ അവരെ നല്ലതായിട്ട് ചെയ്തതായിട്ട് സ്വാധീനിക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളവർ അവരുടെ കൂടെ ഫുൾ ടൈം ഉള്ള നമ്മളാണ്. ഈ ഒരു ഉമ്മേൻ്റെ സ്വപ്നമാണ് ഈ എന്താണത് മക്കളെവിടെയൊക്കെ എത്തണം എന്നുള്ളത്. ഉമ്മ മാത്രമല്ല, ഫാദർ ആൻഡ് മദർ രണ്ടുപേരും ഉണ്ട്. അപ്പം ഉമ്മ സ്വപ്നം കാണുന്ന ഇടത്തേക്ക് എത്തിയതായിട്ട് നമ്മൾ പണ്ട് ത്വാഹ മത്തീൻ്റെ ഒരു സംസാരത്തിൽ അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. പണ്ടൊരു സ്ത്രീ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഒരു കുട്ടി അവിടെ ഒരു കുട്ടി ഇവിടെ എന്ന് പറഞ്ഞിട്ട് പല രാജ്യങ്ങളിലായിട്ട് പല വലിയ പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്ന അതിൽ ഏറ്റവും ചെറിയ കുട്ടി ഇതായപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞ് മൂപ്പരെ കുറിച്ച് സംസാരിക്കുമ്പോൾ മൂപ്പര് പറഞ്ഞത് മൂപ്പര് ഉമ്മാനെ കുറിച്ചാണ്. ആ ഉമ്മ ഒരു കുറേ വിദ്യാഭ്യാസമുള്ള നല്ല പ്രൊഫഷണലായിട്ടുള്ളൊരു ഉമ്മ തന്നെയായിരുന്നു. അവരുടെ കരിയറും കാര്യങ്ങളൊക്കെ ഉള്ളതോടൊപ്പം മക്കളെ കൂടെ ഒരു വലിയ വലിയ പ്രൊഫഷണൽസ് ആക്കാനുള്ള സ്വപ്നമാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. രണ്ടുമ്മമാരും ഓർമ്മ വന്നു ഇപ്പോൾ ജലുവിൻ്റെ സംസാരത്തിൽ. ഒന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള അലി സഹോദരന്മാരെ വളർത്തിയിട്ടുള്ള ഉമ്മ. അപ്പോൾ ഹറാമായ സമ്പാദ്യൻ്റെ കുട്ടികൾക്ക് കൊടുക്കേണ്ട വിചാരിച്ച് സ്വന്തമായിട്ട് ആടിനെ വാങ്ങി ആ പാല് കുടിപ്പിച്ചിട്ടാണ് മക്കളെ വളർത്തുന്നതും. എന്നാൽ കരിയർ മാത്രമല്ല, ഒരു ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ വിദേശത്ത് കൊണ്ടുപോയി പഠിപ്പിച്ച് എന്നിട്ട് പിന്നെ ഈ സമരത്തിൻ്റെ കാലഘട്ടം എത്തിയപ്പോൾ അവർ വന്നിട്ട് ആഹ്വാനം ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പം ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമല്ല, ചരിത്രം സൃഷ്ടിക്കാനുള്ള സമയമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ തെരുവുകളിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ നീഡ് അനുസരിച്ചിട്ട് ആ ഒരു ഉമ്മ സ്വപ്നം കണ്ടു. പിന്നെ എനിക്ക് തോന്നിയത് വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം ആലിമ്രാൻ. ഇമ്രാനല്ല മെയിന്, ഇമ്രാൻ്റെ കുടുംബം, അതാണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇമ്രാൻ്റെ പത്നിയുടെ പ്രാർത്ഥന അതാണ് എടുത്ത് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ ഞാനിതാ നിനക്ക് വേണ്ടി നേർന്നിരിക്കുന്നു. പ്രസവിച്ചപ്പോഴോ അതാ പഠിച്ചവനെ പെൺകുട്ടിയായി പോയല്ലോ, ഞാൻ പള്ളിയിലേക്കാണല്ലോ നേർന്നത്. അപ്പോൾ അല്ല അവിടെ തന്നെ കൊടുക്കുന്നൊരു മറുപടി തൊട്ടടുത്ത ആയത്തിലായിട്ട്, നിൻ്റെ വയറ്റിൽ എന്താണ് ഗർഭം ചുമന്നത് നീ ഇപ്പോഴായിരിക്കും അറിയുന്നുണ്ടാവുക, ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പെൺകുട്ടിയാവട്ടെ പള്ളിയിൽ അവൾ ഇരിക്കുന്നതാണ്. അതാണ് പിന്നെ ലോകർക്ക് മാതൃകയായിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള മറിയം ബീവി. അത് ഒരു ഉമ്മ കണ്ട സ്വപ്നമാണ്, ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ് ഗർഭകാലത്ത്. അപ്പോൾ അതിനൊക്കെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മുടെ സ്വപ്നം അവരെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല, ഓരോ കുട്ടി ഓരോ പൊട്ടൻഷ്യലായിട്ടായിരിക്കുമല്ലോ ജനിക്കുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണം എപ്പോഴും പറയുന്നത് കേൾക്കാറുള്ളത്, കോഴിമുട്ട അതിൻ്റെ ഉള്ളിൽ റബ്ബ് സെറ്റ് ചെയ്ത് വെച്ചൊരു പ്രോഗ്രാം ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ പുറമേ നിന്ന് പൊട്ടിച്ചിട്ട് കുട്ടീനെ പുറത്ത് വരുത്താൻ വേണ്ടി ശ്രമിക്കാം. അപ്പം അത് ജീവൻ പോവുകയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ വെച്ച് ഇൻസൈഡിൽ നിന്ന് അത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അവസരം ഒരുക്കി കൊടുക്കുകയാണ്. ചെറിയൊരു വാമത്ത്, ഒരു ചെറിയൊരു തലോടൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പുതിയ ജീവൻ അതോടുകൂടി ഉണ്ടാവുകയാണ്. പുറത്തുനിന്ന് കൊടുക്കുമ്പോൾ പോവുകയാണ്. അപ്പോൾ എല്ലാ ആളുകളുടെ ഇലയിലെ ഓരോ കുട്ടിയും ഓരോ സാധനം, ഒരു പ്രോഗ്രാം അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിന് നല്ല രീതിയിൽ വരാനുള്ള ഫിത്തർ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. അപ്പോൾ അതിന് ആ ഒരു പ്രകൃതിപരമായിട്ടുള്ള ആ ഒരു നൈർമല്യം അത് നല്ല രീതിയിൽ പോകാനുള്ളൊരു പാത്തൊരുക്കൽ മാത്രമാണ് എൻ്റെ കുട്ടി. അതോട് ഞാൻ പറയുന്നത് പോലെ ഞാൻ വരച്ച വരയിൽ എന്നതിലുപരി പഠിച്ചോ തന്നൊരു അമാനത്ത്. അപ്പോൾ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി ഉണ്ട്. ഇത് തിരിച്ചേൽപ്പിക്കാനുള്ളൊരു മുതലാണ്. ആ രീതിയിൽ കുറച്ചും കൂടി പാരന്റിനെ കാണാൻ തോന്നുന്നു. അമാനത്തായിട്ട് തന്നെയാണ് സഹാബ വനിതകളൊക്കെ കണ്ടിരുന്നതെന്നാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തോന്നുന്നുണ്ട്. കുട്ടി മരണപ്പെടുമ്പം ഭർത്താവ് അടുത്തില്ല, അബൂത്വൽഹയാണ്. അപ്പോൾ കുട്ടി മരണപ്പെടുമ്പം ഭർത്താവ് വന്നു, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വളരെ സമാധാനത്തോടു കൂടി സ്വീകരിച്ചു, കടക്കയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്,
അയൽവാസി എന്തെങ്കിലും ഒന്ന് നമുക്ക് ഏൽപ്പിച്ചാൽ അത് തിരിച്ചു കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കൂലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പടച്ചോൻ നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്ത് പടച്ചോൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫലസ്തീനിലെ ഉമ്മമാരായാലൊക്കെ ഒരു ഇത് പടച്ചോൻ്റെ അടുത്തേക്ക് പോകാനുള്ളതാണ് എന്നുള്ള ഒരു അമാനത്തായിട്ട് തന്നെയാണ് കാണുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ചെറിയൊരു പരിപാടിയല്ല. പണ്ടൊക്കെ താത്ത എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിയുണ്ട്, ഞാൻ വീട്ടിലാണ് നോക്കുകയാണെന്ന് പറയുമ്പോൾ ഇത്രയും പഠിച്ചിട്ട് വീട്ടിലിരുന്ന് കുട്ടീനെ നോക്കുകയാണ്, എനിക്കതൊരു മോശം ഫീൽ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ്, നല്ല പ്രൗഡായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് പുതിയൊരു ജനറേഷൻ ഉണ്ടാക്കിയെടുക്കുക വിത്ത് എല്ലാവരും ഹെൽപ്പോടു കൂടി തന്നെ. ഇത് ചെറിയ പരിപാടിയല്ല, കുട്ടീനെ നോക്കൽ കുട്ടിക്കളി അല്ല എന്നുള്ളതും അത് ഇറ്റ്സെൽഫ് ഒരു ഇബാദത്താണെന്നും അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് മുബിത്ത നേരത്തെ പറഞ്ഞല്ലോ, കുട്ടി ഉണ്ടായതിന് ശേഷം നമുക്ക് പഠിച്ചോണ്ട് ഒന്നിരിക്കാനോ സമാധാനത്തിൽ ഓതാനോ. നമ്മൾ ഖുറാനിലൊക്കെ കുറേ കുത്തും വരയും കീറലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഖുറാനിൽ എനിക്ക് എപ്പോഴും സംശയം വരുന്നത്, ഖുറാനിൽ ഒരുപാട് ഇടങ്ങളിൽ ഇപ്പം സൂറ മുനാഫിക്കൂനിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ല എന്ന് പറയുന്നുണ്ട്. പടച്ചവൻ്റെ ഓർമ്മകളിൽ നിന്ന് നിങ്ങളെ കുട്ടികളും നിങ്ങളുടെ ധനവും നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഖുറാനിൽ മക്കളെ ഡിസ്ക്രൈബ് ചെയ്യുന്നിടത്ത് സീനത്തായിട്ട് പറയുന്നുണ്ട് അല്ലേ, നിങ്ങൾക്കതൊരു അലങ്കാരമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ഫിത്തിനത്താണെന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഫിത്തിന എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ ഫിത്തിനാണ്, ആ ഫിത്തിനല്ല, ഒരു ട്രയലാണ്, ഒരു പരീക്ഷണമെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തത് അതിൽ ചിലർ മിൻ അസ്വാജിക്കും വൗലാദിക്കും, അതിൽ ചിലർ നിങ്ങൾക്ക് അതുവായിട്ടും വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെറുതു മുതലേ വായിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അപ്പോൾ ഈ പറയുന്നിടത്തെല്ലാം മക്കളെ കൂടെ അംവാലും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ധനവും. ധനത്തിനെ പറ്റി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ധനം ഇറ്റ്സെൽഫ് എടുക്കുമ്പോൾ അത് നന്മയോ തിന്മയോ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ്. അതിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനെ ശത്രുവും മിത്രവും ഒക്കെ ആക്കുന്നത്. നമുക്കറിയാലോ, ഹയറിൽ ചിലവഴിച്ചാൽ ഹയർ ഷെറാണെങ്കിൽ ഷെർ. കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയാണ് മുബിത്ത അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്? എനിക്ക് നമ്മുടെ ഒരു വീടുകളിൽ ഞാൻ എല്ലാവരും ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ നമസ്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ വന്ന് അലമ്പാക്കുമല്ലോ. അലമ്പ് എന്നുള്ള പ്രയോഗം തന്നെ പാടില്ല, കുട്ടികളാണല്ലോ, അല്ല. അപ്പോൾ ആ സമയത്ത് ഉമ്മമാർ പറയുന്ന കുറേ ശാപവാക്കുകളായിരിക്കും, എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്, അങ്ങനെ പല വളരെ മോശം. ചിലപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ച് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ കുട്ടിയാണെങ്കിലും നമ്മൾ നന്ദികേടിൻ്റെ വർത്തമാനങ്ങളായിരിക്കും അറിയാതെ വായിന്ന് വരുന്നുണ്ടാവും. മനുഷ്യൻ നമ്മളും ആ സമയത്ത് സ്ട്രെസ്സുള്ള മാതാവായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് നമസ്കാരം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഏതൊരു ഇബാദത്താണെങ്കിലും വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, എല്ലാവർക്കും തത്തക്കും. ഇപ്പോൾ നോമ്പ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഹജ്ജിന് അത്രയും പ്രിപ്പറേഷൻ ആവശ്യമുള്ളൊരു സംഗതിയുടെ യാത്ര കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുക, എന്നാൽ ഏറ്റവും നല്ല പാതയും തക്കുവയാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല ഇബാദത്തുകളും നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഇത് ഇങ്ങനെ ഈ ഫോർമാറ്റിൽ ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ പൂർണ്ണതയിലെത്തുള്ളൂ. പക്ഷെ മദേഴ്സിന് അറിയാൻ പറ്റും ആ ഫോർമാറ്റിലൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല എന്നല്ല. ചിലപ്പോൾ തലകുത്തി മറിഞ്ഞുകൊണ്ടുള്ള നമസ്കാരങ്ങൾ മുതുകിലും അതിനിടയിൽ അടിപിടിയോ അതെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് അല്ലാതെ ഒരു നമസ്കരിക്കാൻ കഴിയില്ല ചില സമയങ്ങളിൽ. മറ്റെല്ലാ ഇബാദത്തുകളിലും ഈ ഒരു സ്ട്രഗിൾ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല, ഞാനും പഠിച്ചവനായിട്ട് അകലെയാണല്ലോ എന്നുള്ളൊരു തോന്നില്ല. പക്ഷെ അത് കൺസിഡർ ചെയ്യുന്ന റബ്ബാണ് നമുക്ക് നമ്മുടെ എല്ലാ അവസ്ഥകളും കൺസിഡർ ചെയ്യുന്ന പഠിച്ചവനാണ് ഇത് സംഗതി. അതൊരു മാതാവിന്റെ വെച്ചിട്ടല്ല നമുക്ക് മാതൃക കാണിച്ചിട്ടുള്ളത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വെച്ചിട്ട് തന്നെ മാതൃക കാണിച്ചിട്ടുണ്ട്. കുട്ടി തലയിൽ കൂടെ കയറി ഇറങ്ങിയാലും നിസ്കരിക്കുന്നതും അതില് എന്താണ് സുജൂദിൽ കുറെ നേരം ഇറങ്ങി വന്ന് മക്കളെടുക്കുന്നതും ഒക്കെ ആ ഒരു കുട്ടികളെയും കൂടി ഇൻക്ലൂസീവായിട്ട് ഇതൊക്കെ ഇബാദത്തുകൾ ചെയ്യണം എന്നുള്ള സാധനമാണ്. അതൊരു മാതാവിന്റെ മാത്രമല്ല, അത് ആർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് കുട്ടികളോട്. ഞാൻ വിചാരിച്ചിരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കാരുണ്യത്തിന്റെ ഉദാഹരണമായിട്ടാണ് ഈ കുട്ടികൾ എടുത്ത് നിസ്കരിച്ചു എന്നൊക്കെ പറയണത്. ഞാൻ മദറാകുന്നത് വരെ അങ്ങനെ വിചാരിച്ചത്. പക്ഷെ ആ സ്റ്റേജിലെത്തിയപ്പോഴാണ് ഇത് റസൂലിൻ്റെ കാരുണ്യം ഒന്നല്ല, ഇത് കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണെന്ന് മനസ്സിലായി. കുറേ കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് ഏറ്റവും സൂക്ഷ്മത വേണ്ട അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഭയങ്കര തക്കവയിൽ നിൽക്കേണ്ട ഒരു ആരാധനയാണല്ലോ നമസ്കാരം എന്ന് പറയുന്നത്. പടച്ചോനും നമ്മളും മാത്രമുള്ള സംസാരമാണ്. മാത്രമല്ല ചില ഫിഖ്ഹി മദ്ഹബുകൾ പ്രകാരം കുറച്ചധികം അനങ്ങിക്കഴിഞ്ഞാൽ നിസ്കാരം തന്നെ ബാത്തിലാവും. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ സുജൂദിലാകുമ്പം കുട്ടീനെ താഴെ വെക്കുക, പിന്നെ എണീക്കുമ്പോൾ എടുക്കുക. എന്തേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ ഉമ്മനെ ഏൽപ്പിച്ചാൽ പോരെ ആ കുട്ടീനെ? നമ്മളങ്ങനെയല്ല ആലോചിക്കുക, ഉമ്മനെ ഏൽപ്പിച്ചാൽ പോരെ എന്നുള്ളത്. അപ്പോൾ ഉമ്മ എന്ത് ചെയ്യും?
അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാണിച്ചു തരുന്നത്. നമ്മളെ ഇപ്പോഴത്തെ പള്ളികളിലൊക്കെ ചിലപ്പോൾ കുറേ ആളുകൾ പറയാറുണ്ട് ഈ കുട്ടികളുടെ ഒച്ച അത് ഇതൊക്കെ കുട്ടികളെ കൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ പല മാതൃകകൾ മറ്റുള്ള കൺട്രീസിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് പ്ലേ ഗ്രൗണ്ട് വരെ സെറ്റാക്കിയിട്ടുള്ള പള്ളികളൊക്കെയാണ്. അതൊക്കെ ഭയങ്കര ഇൻക്ലൂസീവ്നെസ് മാത്രമല്ല, ഈ കുട്ടികളൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് അവർക്കും കൂടി പള്ളിയിലേക്ക് വരാനും അതുപോലെ അവരെയും കൂടി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമൂഹമാണ് ഈ ചുറ്റുമുള്ളത്. അതല്ലാതെ ഇത് കുറേ വലിയ ആൾക്കാർക്ക് മാത്രം വേണ്ടിയിട്ടുള്ളൊരു സമൂഹം എന്നുള്ള രൂപത്തിലൊരു ചിന്ത രണ്ടാമത്തെ കാര്യമാണ് കുട്ടികൾക്ക് ഇബാദത്തിനോടുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നത്. നമസ്കരിക്കുന്ന നോമ്പ് നോൽക്കുന്ന ഒരാൾ പരുക്കനായ ആളല്ല, എന്നെ പരിഗണിക്കാത്ത ഒരാളല്ല എന്നുള്ള മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നതും അതിലൊരു കാര്യമാണ്. നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ മക്കളൊക്കെ മുന്നിൽ വന്നിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് കിടക്കൊക്കെ ചെയ്യും, നല്ല രസമാണ് കാണാൻ. പക്ഷെ നിസ്കരിക്കേണ്ട ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല. അതിനൊരു വേറൊരു കാരണം കൂടി നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. അതായത് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ നമ്മൾ പൊതുവെ എല്ലാ കുട്ടികളോടും ഭയങ്കര അറ്റാച്ച്ഡും കളികളിലൊക്കെ ആയിരിക്കുമല്ലോ. ഒരു പ്രത്യേക സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ അവർ വലിയ കുട്ടികളായിട്ട് പരിഗണിച്ചിട്ട് നമുക്ക് ആ ഇമോഷണൽ സപ്പോർട്ട് കുറയും. പല വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ചെറുപ്പത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ഉമ്മ, ഇഷ്ടപ്പെട്ട ഉപ്പ എന്താണോ ചെയ്യുന്നത് അത് അനുകരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ആ ഇമോഷണൽ കണക്ഷൻ വേണം, എന്നാലും ആ ചെയ്യുന്ന വ്യക്തിയെ അവർ അനുകരിക്കും. കുറച്ച് വലുതാവുമ്പോൾ നമ്മൾ ചീത്ത പറഞ്ഞിട്ടാണ് ഇബാദത്തിന് വേണ്ടി നിർബന്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും റഫായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ആ റഫായിട്ടുള്ള വ്യക്തി ഇപ്പോൾ പ്രാസ്ഥാനിക ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വേണ്ടി രാവും പകലും ഓടുന്ന മാതാപിതാക്കളാണെന്ന് കരുതുക. അവർ വീട്ടിൽ വളരെ ഉള്ള സമയം അത് എത്ര കുറച്ചാണെങ്കിലും ഈ കുട്ടിയോട് വളരെ ആ കുട്ടിയുടെ പ്രായം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ക്വാളിറ്റി ടൈം അനുവദിച്ച് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഉപ്പയും ഉമ്മയും പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കണം എന്നുള്ളൊരു സംഭവം ഈ കുട്ടിയുടെ മനസ്സിൽ വരും. എന്നാൽ വീട്ടിലുള്ള സമയത്ത് ഇത് കൃത്യമായിട്ട് കൺവേ ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ലാത്ത, ഞാൻ ഇമോഷണലി കണക്റ്റ് അല്ലാത്ത എൻ്റെ പാരൻസ് അവർ ചെയ്യുന്ന ഈ പ്രവൃത്തി, ഈ ആക്ടിനോടും എനിക്ക് വലിയ താല്പര്യമില്ല എന്നതിലേക്ക് വരും. അപ്പോൾ എപ്പോഴും കുറേ ആളുകൾ പോഡ്കാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ചെറിയ കുട്ടികളിൽ എങ്ങനെ ഈ ഹാബിറ്റ് ഇസ്ലാമിക് കൾച്ചേഴ്സൊക്കെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതിന് മെയിൻ സാധനം വാക്കിലല്ല, നമ്മൾ നല്ല ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കി കൊടുക്കുക, സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അവർ കോപ്പി ചെയ്യുക. അത് ഓരോ പ്രായത്തിനനുസരിച്ചിട്ട് അതിൽ വ്യത്യാസങ്ങളുണ്ട്. ശരിക്കും ഒരു കുട്ടി നമ്മുടെ ടീച്ചറാണ് ആവണത് അല്ലേ. നമ്മളും അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ മൗൾഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ്. കൊടുക്കൽ വാങ്ങലുകളാണ്. അതാണ് നമ്മളെ തന്നെ മൗൾഡ് ചെയ്ത് ഒരുപാട് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആക്കി മാറ്റാൻ ശരിക്കും ഈ കുട്ടിയും കൂടെ നമ്മളെ ഒരു കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ നിസ്കരിക്കുമ്പോൾ ഒരുമിച്ച് നിസ്കരിക്കുക അങ്ങനത്തെ എക്സ്പീരിയൻസ് മാത്രമായിരിക്കുമല്ലോ. ഇപ്പം അല്ലാഹു അക്ബർ അക്ക് എന്നാണ് എൻ്റെ കുട്ടി പറയുക, അത്രേ കിട്ടുള്ളൂ. ഉമ്മി അക്ക് വേണ്ട, കാരണം ഓരെ പരിഗണിക്കാത്ത അല്ലെങ്കിൽ ഓരിക്കത്ര സമയം കൊടുക്കാത്തൊരു സമയമാണ് ഈ നമസ്കാരത്തിൽ അല്ലെങ്കിൽ ചിലപ്പം ഖുറാനോത്തിലൊക്കെ. അതിനെങ്ങനെ മറികടക്കൽ ഞാൻ ആലോചിച്ചപ്പോൾ ഒന്ന് അവരെ എടുത്ത് നിസ്കരിക്കേണ്ടി വരും. അതുവരെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും നമ്മൾ നിസ്കരിക്കുന്ന ആൺ ബോഡി വരുന്നത്. അപ്പോൾ എടുത്ത് നിസ്കരിക്കല്ലാതെ വേറെ വഴി ഉണ്ടാവില്ല. ഖുറാൻ ഓതുമ്പോഴാണെങ്കിലും കുറേ ഈ കാര്യത്തിൽ കുറേ ഗവേഷണം നടത്തി നോക്കി പ്രാക്ടിക്കലി. ഓക്കെ. അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്തു, മഗ്‌രിബ് 2 മക്കൾ അടുത്തടുത്ത് ആണ്. അപ്പോൾ ആ സമയത്ത് ചെറുതാകുമ്പോൾ നമസ്കാരത്തിന് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ വുളു എടുത്ത് മൂത്രമൊഴിക്കലാണല്ലോ മെയിൻ പ്രശ്നം ഉണ്ടാവുക. 2 പേരും മൂത്രം ഒഴിപ്പിച്ച് ഇന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സെറ്റാക്കി നിർത്തി ഞാൻ നമസ്കാരത്തിന് വേണ്ടി കൈ കെട്ടുന്ന ആ മൊമെന്റിൽ എന്തെങ്കിലും പ്രശ്നം ഇനി ഇല്ലാത്ത മൂത്രമാണെങ്കിലും അത് ഉണ്ടാവും. കാരണം അത് അവരെ കൺസിഡർ ചെയ്യണം, നമ്മൾ വേറെ ആരും നോക്കരുതല്ലോ. അപ്പോൾ വീണ്ടും പ്രശ്നം. അപ്പോൾ അത് മാനേജ് ചെയ്യുമ്പോഴത്തേനും അടുത്ത പ്രശ്നം അങ്ങനെ ഇശാ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അടുത്തായിരിക്കും എൻ്റെ മഗ്‌രിബ് നമസ്കാരം. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം സങ്കടമായിരുന്നു, കാരണം ഞാൻ ഈ ഇബാദത്തൊന്നും ധരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഫോർമാറ്റിൻ്റെ പ്രശ്നമാണ് പിന്നെ മനസ്സിലായി. അപ്പോൾ ഞാൻ ആലോചിച്ച് ഞാൻ പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നു എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റണേ, അപ്പോൾ കുട്ടികളെ അടുത്ത് വരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ടും പഠിച്ചു നിരന്തരം ഇതന്നെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു അല്ലങ്ങനെ മുകളിൽ നിന്നിട്ട് അല്ലെങ്കിൽ അല്ല നമ്മുടെ കൂടെ നിന്നിട്ട് ഒബ്സർവ് ചെയ്യുകയാണല്ലോ. അതായത് മുബി നിൻ്റെ ഇബാദത്ത് നീ പറ്റുന്നത് ചെയ്തിട്ട് കർമ്മങ്ങളിൽ പറ്റുന്നത് ചെയ്തുകൊണ്ട് നിൻ്റെ ഇൻറ്റൻഷൻ നന്നാക്കിക്കൊണ്ട് ഈ മക്കളോട് അവരെ ശപിക്കാതെ അവരോട് സ്നേഹപൂർവ്വം നിനക്ക് എത്ര ചെയ്യാൻ പറ്റുമോ, അതായത് ഞാൻ കണിശത പുലർത്തിയാണ് എനിക്ക് റവാത്തിബ് സുന്നത്തുകളൊന്നും മുടങ്ങരുത്. അങ്ങനെ ഞാൻ റവാത്തിബിൽ ഒരിക്കലും എങ്ങനായാലും എനിക്ക് റവാത്തിബ് കിട്ടില്ല എന്ന രീതിയിൽ നിസ്കാരം കഴിഞ്ഞ പാട് പേരുടെ പിന്നാലെ ഫുഡ് അത് ഇത് കിച്ചൺ അങ്ങനെ ഓടേണ്ട ഒരു അവസ്ഥ, എത്ര ഷെഡ്യൂൾ ചെയ്താലും അങ്ങനെ പറ്റുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇൻറ്റൻഷൻ അത് പഠിച്ചവൻ അറിയുമെന്ന് വിചാരിച്ച് ഞാൻ സമാധാനിക്കേണ്ടി വരും. അവിടെ കുട്ടീനെ കരയിപ്പിച്ചുകൊണ്ട് ചെയ്യലായിരിക്കില്ല ഇബാദത്ത്. അത് മാത്രമല്ല ഇപ്പം ഈ ഹജ്ജ് വേളയിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ആറ്റുനോറ്റുണ്ടായ മകനെ ബലി അർപ്പിക്കുന്ന മൊമെന്റിലല്ല ആ
ആ കുട്ടിയുടെ എന്നല്ല ആരുടെയും ബലിയിലെ രക്തവും മാംസവും എല്ലാം എനിക്ക് ആവശ്യം. നിങ്ങളുടെ സമർപ്പണ സന്നദ്ധതയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെയാണ്. അതുപോലെ ഈ രാവിലത്തെ സമയങ്ങളിൽ സുബിഹി നേരം വെളുക്കുന്നത് അറിയുന്നുണ്ടാവും. ഒന്നുകിൽ നമ്മൾ മൂത്രത്തിലായിരിക്കും, അല്ലെങ്കിൽ കുട്ടി നമ്മൾ ചേഞ്ച് ചെയ്യാതെ നമസ്കരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫീഡിങ് ആയിരിക്കും, മാറിയെടുക്കാനുള്ള സംവിധാനം ഉണ്ടാവില്ല. അപ്പോൾ അത് സമയം തെറ്റുന്ന കുറ്റബോധത്തോടു കൂടി നോക്കി നിൽക്കേണ്ടത് ചെറിയ മക്കളുള്ള ഉമ്മമാരുടെ സർവ്വസാധാരണമാണ്. ഇത് ശരിക്കും എനിക്കിപ്പം നല്ലോണം ഫീൽ ചെയ്യും. ഇപ്പോൾ ഫീഡിങ് ആണ് മോന്, പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സുബൈൻ്റെ സമയത്ത് നമ്മൾ അലാറം വെച്ചിട്ടുണ്ടാവും, 2-3 അലാറം ഒക്കെ അടിക്കുന്നുണ്ടാവും. അലാറം അടിക്കുമ്പോൾ നമ്മളത് കേൾക്കുന്നുണ്ട്, ഉണരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മോനും എണീക്കും. ആ സുബൈൻ്റെ സമയത്ത് തന്നെ അവരും എണീക്കും. അപ്പോൾ അവന് പാൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് ഇങ്ങനെ ഭയങ്കര ഇടങ്ങേറാവുകയാണ്. സുബൈൻ്റെ സമയം പറഞ്ഞതല്ല തെറ്റാണല്ലോ എന്നുള്ളൊരു സാധനം. പക്ഷേ ആ ഒരു നമ്മളിങ്ങനെ ഇടങ്ങേറായി അപ്പം മോനെ പാൽ കുടിച്ച് ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് പിന്നീട് നമ്മളുടെ ഈ ഒരു ഇടങ്ങേറുണ്ടല്ലോ, അതിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പടച്ചവനോട്. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പടച്ചവനെ നാളെയെങ്കിലും എനിക്ക് സുബഹി നേരത്തെ നിസ്കരിക്കാൻ പറ്റണേ എന്നുള്ളൊരു നമ്മളൊരു പ്രാർത്ഥന പടച്ചവൻ കേൾക്കുന്ന പോലെ ഫീൽ ചെയ്യണം. നമുക്കത് പിറ്റേന്ന് സുബഹിക്ക് നേരത്തെ എണീക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആ നേരത്തെ മോനെ എണീക്കാതിരിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നീട് വരുന്നതായിട്ട് തോന്നുന്നു. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഇടങ്ങേറുകളും കാര്യങ്ങളൊക്കെ ഉള്ളതോടൊപ്പം നമ്മൾ നിരന്തരം ദുആയും നമ്മളുടെ ഒരു ആഗ്രഹവും ആ സാധനങ്ങളൊക്കെ ചെയ്യണമല്ലോ എന്നുള്ളൊരു സാധനം നിരന്തരം ഉണ്ടാകുമ്പം പടച്ചോൻ അതിനനുസരിച്ച് നിങ്ങൾ പടച്ചോൻ്റെ അടുത്തേക്ക് മെല്ലെ ഇങ്ങനെ നടന്നെടുക്കുമ്പോൾ പടച്ചോൻ ഇങ്ങോട്ട് ഓടിയെടുക്കുന്ന ഒരു സംഭവം ഫീൽ ചെയ്യാറുണ്ട്. ശരിയായി തോന്നി. അതായത് 2-3 അറ്റംപ്റ്റിൽ എനിക്കിത് കാര്യം മനസ്സിലാക്കി തരാൻ, എൻ്റെ മനസ്സിൽ ഈ ബാത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് അത് ശരിയാക്കി തരാൻ പടച്ചോൻ ഇങ്ങനെ ഇട്ട് തന്നു. എന്നിട്ടും എനിക്ക് ഇത് തന്നെയാണ് ആവശ്യം എന്ന് മനസ്സിലായപ്പോൾ അത് സാഹചര്യങ്ങളെ ക്ലിയർ ആക്കി തന്നു. മക്കൾ കൂടെ വന്ന് നമസ്കാരം ഖുറാൻ്റെ പേജ് ചെയ്യുകയും അത് ഒരു പേജ് കംപ്ലീറ്റ് ആക്കാതെ വലിച്ചു കൊണ്ടുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് അവർ ഓരോ ഖുറാൻ എടുത്ത് എടുക്കുന്ന സ്റ്റേജിലേക്ക് എത്തി. പക്ഷേ ഫസ്റ്റത്തെ കുറച്ച് മൊമെന്റ്സ് എനിക്ക് മനസ്സിലായി, നിന്നെ പഠിപ്പിക്കണ്ടേ, ഇതാണ് ഇബാദത്ത് മനസ്സിലാക്കി തരണ്ട, അതിനുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ആ സമയത്ത് കുട്ടികളോട് നന്നായി വർത്തിക്കുന്നതും കൂടി ഇബാദത്താന്ന് പഠിച്ചവൻ പഠിപ്പിക്കുകയാണെന്നല്ലേ. മുമ്പത്തെ നേരത്തെ ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പം പറഞ്ഞിരുന്നു, ഞാനിപ്പോഴും ഓതുന്ന ഖുറാന് ആ മക്കൾ ചെറുതായപ്പം കീറിയ അവർ വരഞ്ഞ ഖുറാനാണ്. ഇതെന്തിൻ്റെ അടയാളാന്ന് ചോദിച്ചാൽ അന്നും ഞാൻ ശ്രമിച്ചിരുന്നു, അവരെ മടിയിൽ വെച്ചിട്ട് ഞാൻ അല്ലേ അന്നും ശ്രമിച്ചിരുന്നു. റൂമിന്റെ തൊട്ടടുത്താണ് ആരും തൊടാതെ ഭംഗിയിൽ വൃത്തിയിൽ വെച്ചിട്ടുള്ള നല്ല പുസ്തകങ്ങളുടെ വലിയ ഷെൽഫ്. എനിക്കാണെങ്കിലോ എത്ര പ്രയാസത്തിനിടയിലോ അത് വായിച്ചില്ലെങ്കിലും എനിക്ക് സമാധാനം കിട്ടില്ല. അല്ലെങ്കിൽ തഫീം എടുത്ത് കൊണ്ടുവരാതെ ഇരിക്കാം, പക്ഷെ എനിക്ക് അത് കഴിയില്ല എന്നുള്ളതുകൊണ്ട് അത് ഫുള്ള് ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ആദ്യം സങ്കടം ഇതായി, പിന്നെ ഞാൻ വിചാരിച്ചു ഞാനത് എടുത്തില്ലെങ്കിൽ ആ പുസ്തകം ആരും തൊടാതെ വൃത്തിയിൽ അവിടെ ഇരുന്നോളൂ. പക്ഷെ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു മദർ അത് എടുത്തിട്ട് ഒരാൾ തോളിൽ ഒരാൾ മടിയിലും വരഞ്ഞും കുത്തി എത്ര വര എഴുതി വിചാരിച്ചാൽ വര വീഴും. അപ്പം ഇതൊക്കെ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു മദർ വായിക്കാനെടുത്തൊരു എഫേർട്ടാണ് ഇത് എന്നുള്ള ഓർമ്മക്ക് അത് നിന്നോട്ടെ എന്ന് കരുതി. ഇപ്പോൾ ഖുറാനാണെങ്കിലും ഞാൻ കുറേ ടേപ്പൊക്കെ ഒട്ടിച്ച് ആ ഖുറാൻ തന്നെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അത് മക്കളും ഭാവിയിൽ മോൾക്കും ആ ഖുറാന്, ആ പർട്ടിക്കുലർ ഖുറാന് അതിനോടാണ് ഇഷ്ടം. അവളെ മദ്രസയിലെ ഖുറാൻ എന്നല്ല, ഈ കയറി പറഞ്ഞ ഈ ഖുറാനോടാണ് ഇഷ്ടം. നമ്മളെ ഇബാദത്ത് മാത്രമല്ല എന്ന് തോന്നുന്നുണ്ട് ആ സമയത്ത് നടക്കുന്നത് അല്ലേ. കുട്ടിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അങ്ങനെയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ ഹാഫിലായി എന്ന് പറയാറുണ്ട്, അള്ളാഹു ആലം. പക്ഷേ അവരത്ര ചെറുതിലെ ഹാഫിലായത് കുട്ടി വയറ്റിലായിരിക്കുമ്പോൾ ഉമ്മ ധാരാളമായിട്ട് ഖുറാൻ പാരായണം ചെയ്തിരുന്നു നമുക്ക് കാണാൻ പറ്റും. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, മോൻ നന്നായിട്ട് ഖുറാൻ പാരായണം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായി. വയറ്റിലുണ്ടാകുന്നത് മുതൽ താരാട്ടുന്നത് വരെ ഖുർആൻ ഓതിക്കൊണ്ടേയായിരുന്നു. ആ കുട്ടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹത്തം പൂർത്തീകരിച്ചിട്ട് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സൈമിൾട്ടേനിയസ്ലി ഇത് 2 പ്രോസസ്സ് നടക്കുകയാണെന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നിയത് ഇതിൽ ഇസ്ലാം എന്ന് പറയുന്നത് നീയത്തിൻ്റെ മതമാണ് അല്ലേ. ഇന്നമൽ അമാലു ബിന്നിയാത്ത്. നിങ്ങളൊരു നല്ല നീയത്ത് വെച്ചിട്ട് അത് ചെയ്തില്ലെങ്കിൽ അത് ചെയ്തതിൻ്റെ പ്രതിഫലമുണ്ട്, ചീത്ത വെച്ചിട്ട് ചെയ്തില്ലെങ്കിൽ ചെയ്യാത്ത പോലെയാണെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ ആ അൻസ്വാരി സ്ത്രീ വന്ന് ചോദിക്കുമ്പം അവർക്ക് നീയത്തുണ്ട് പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നീയത്തിൻ്റെ അതേ പ്രതിഫലം കിട്ടുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ്റൊന്ന്, നമ്മളെ ഇബാദത്തിൻ്റെ സങ്കല്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പൊളിച്ച് കാണിക്കുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുത്തുബ പറയുന്ന സമയത്താണ് ഹസനും ഹുസൈനും നല്ല ചുവന്ന വസ്ത്രം എന്തോ ഇട്ടിട്ട് നല്ല ആടിക്കുഴഞ്ഞ് വരുമ്പോൾ റസൂല് എടുത്തിട്ട് ഇങ്ങനെ പൊക്കുകയാണ്. നമ്മൾ പറയും ജുമായിൽ ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ റസൂൽ എന്ത് ചെയ്യാണ്, ഹുത്തുബൻ്റെ ഇടയിൽ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ട് പഠിച്ചവൻ വെറുതെ അല്ല പറഞ്ഞത്, മക്കൾ ട്രയലാന്ന്, എന്നിട്ട് അവരെ ചുംബിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാണ് ഹുത്തുബ തുടരുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പം ഖുർആൻ ഖത്തം തീർക്കണം ഇത്ര ദിവസത്തിനുള്ളിൽ നിന്ന് ഞാൻ എനിക്ക് വേണ്ടി വെച്ചൊരു സമയം ഉണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ ഖുറാൻ എടുക്കുന്ന സമയത്ത് പിന്നീട് മക്കൾ ചേഞ്ച് ചെയ്തു, പിന്നെ അവർക്ക് ആവശ്യം അവർക്കും ഖുറാൻ ഓതണം. അപ്പോൾ നമ്മൾ വലിയ സൂറത്തുകൾ ഓതുമ്പോൾ അവർക്കത് ഓതാൻ പ്രയാസം പറയാം. അപ്പോൾ നമ്മൾ ഖുറാൻ ഓതായിരിക്കുന്ന സമയം മുഴുവൻ അവരുടെ കൂടെ ഈ ചെറിയ സൂറത്തുകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വന്നു. അപ്പോൾ മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ഖുറാൻ പഠിപ്പിച്ചു കൊടുക്കൽ അതിലേറെ പ്രതിഫലമുള്ള കാര്യമാണല്ലോ. എനിക്ക് പ്രാക്ടിക്കലി അതൊരു ബെനിഫിറ്റായി മനസ്സിലാവുകയും ചെയ്തു കേട്ടോ. എനിക്ക് പതിവ് പോലെ അത് ഞാൻ എൻ്റെ കോട്ട തീർക്കാനുള്ള ഇതിലായിരുന്നു. അപ്പോൾ ചെറിയ അനിയത്തി വന്നിട്ട്, ചെറിയ കുട്ടിയാണ്, 3ാം ക്ലാസ്സിലായിരുന്നു അന്ന്. അപ്പോൾ അവൾ വന്നാട് പറഞ്ഞു എനിക്ക് ഈ അമ്മ സൂറത്ത് ഒന്ന് പഠിപ്പിച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സോട് കൂടി ഒരാൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അവിടെ മാറ്റി വെച്ചിട്ട് അന്ന് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെത് പിന്നെ നടന്നില്ല, എൻ്റെ ഒത്ത് പിന്നെ നടന്നില്ല. പക്ഷെ അവൾക്ക് വേണ്ടി കുറച്ചധികം സമയം നിന്നു. അപ്പോൾ അതുവരെ എനിക്ക് സുബഹി കുറച്ച് ലേറ്റായി വരുന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ആരും വിളിക്കാതെ, എത്രയോ ഞാൻ അലാറം വെച്ചിട്ട് പോലും ലേറ്റ് ആവുന്നൊരു സമയമായിരുന്നു. ആരും വിളിക്കാതെ, അലാറം ഒന്നും ഇല്ലാതെ ഞാൻ പിറ്റേ ദിവസം നേരത്തെ എഴുന്നേറ്റു. അപ്പം ഞാനൊരു ക്ലാസ്സിൽ കേട്ടു, നമുക്ക് പലപ്പോഴും പല നന്മകളും ചെയ്യാൻ പറ്റാത്ത, നമ്മൾ ആ പകലുകളിൽ ചെയ്ത എന്തെങ്കിലും തെറ്റുകൾ കാരണം, അല്ലെങ്കിൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു പൈശാചികത കാരണമായിരിക്കും പല നന്മകളും നമ്മൾ ആഗ്രഹിച്ചിട്ട് നമുക്ക് കിട്ടാതെ പോകണം. അപ്പം നമ്മൾ ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യുക, അപ്പം നമുക്ക് ആ നന്മയിലേക്ക് അച്ചീവ് ചെയ്യാം. അപ്പം ഞാൻ എത്ര ആലോചിച്ചിട്ട് തലേദിവസം ഞാൻ ഒരു നന്മ ചെയ്തായിട്ട് എനിക്ക് അപ്പോൾ കത്തിയില്ല. പിന്നെ എനിക്ക് ഓർമ്മ വന്ന് ഞാൻ അനിയത്തിക്ക് ഖുറാൻ പഠിപ്പിച്ചു കൊടുത്തു. എന്നും ഞാൻ പഠിക്കലും മാത്രം, അവൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു നന്മ തലേദിവസം രാത്രി ചെയ്തതിൻ്റെ ബെനിഫിറ്റായിട്ട് എൻ്റെ വെളിച്ചമായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ ട്രാക്ക് തെറ്റിയിട്ടുള്ള എൻ്റെ നമസ്കാരം ചിട്ടയിലായി പിറ്റേ ദിവസം മുതൽ. ഈ ഖുറാന് പഠിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുറച്ച് വലിയ ആളുകളായപ്പോൾ നമ്മൾ വലിയ സൂറത്തുകളൊക്കെ പഠിക്കുക, അതിൻ്റെ അർത്ഥം പഠിക്കുക, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നൊരു സമയമായിരിക്കുമല്ലോ. പക്ഷേ ഇപ്പം മക്കൾ രണ്ടാളും ഹെവൻസിലായിരുന്നു. അപ്പോൾ അവർ പഠിക്കുന്ന സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അമ്മ ജുസ് ലാസ്റ്റത്തെ ഇതാണ്, ചെറിയ സൂറത്തുകളാണ്. അപ്പോൾ ഞാൻ മിക്കവാറും അവരുടെ കൂടെ ആ സൂറത്തുകളാണ് ഇന്നും ഓതേണ്ടതും പിന്നെ ഇതാക്കുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് അൽഹംദുലില്ലാഹ് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ചെറുതാവുമ്പോൾ മദ്രസ പഠിക്കുമ്പോൾ എനിക്ക് ഹിഫ്ളാക്കൽ ഭയങ്കര ടഫായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ എത്ര ഹിഫ്ളാക്കിയിട്ട് അങ്ങനെ ഓടിപ്പോകുന്നൊരു ഇതായിരുന്നു. പക്ഷെ പിന്നെ അത് മറന്നു പോകുന്ന, അതൊക്കെ റിവൈസ് ചെയ്യാനും ഒക്കെ പടച്ചോൻ തന്നൊരു അവസരമാണെന്ന് അപ്പം ഞാൻ മനസ്സിലാക്കണം. അവരുടെ കൂടെ തന്നെ ആ സൂറത്തുകളൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് ഹിഫ്ള് വീണ്ടും ഓർത്തെടുക്കാനൊക്കെ ഉള്ള ഒരു അവസരം തന്ന പോലെ എനിക്ക് തോന്നിയ എന്താ പറയുക, നേരത്തെ പറഞ്ഞ ഇതില്ല, അതായത് മഗ്‌രിബിൻ്റെ മുന്നേ വുളു എടുത്ത് മഗ്‌രിബ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ആ സമയത്ത് ചെറുപ്പത്തിൽ കുട്ടികൾ ചെറുതാകുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഇശായിനോട് അടുപ്പിച്ച് നമസ്കരിക്കുമ്പോഴുള്ളത്. ശരിക്കും നമസ്കാരം പ്രതീക്ഷിച്ചിരുന്നാൽ അത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഫലമല്ലേ. അപ്പം ഞാൻ പിന്നീട് ഇങ്ങനെ മനസ്സിലാക്കൽ തുടങ്ങി. അപ്പോൾ എനിക്ക് മഗ്‌രിബ് നമസ്കാരത്തിൻ്റെ എൻ്റെ പ്രതിഫലം എനിക്ക് 1 മണിക്കൂർ നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രതിഫലമാണല്ലോ എനിക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ ഒന്നിൽ കൂടുതൽ തവണ ഉളു എടുക്കേണ്ടി വരികയാണ്. എന്നിട്ട് നിസ്കാരം എത്തിയിട്ടില്ല, ഉളു കുറേ തവണ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ തവണ ഉളു ചെയ്യുമ്പോൾ നമ്മുടെ കൈയിൻ്റെ പാപങ്ങൾ ഉതിർന്നു വീഴുകയാണല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി അധികം പാപങ്ങൾ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ പഠിച്ചു തന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു നിസ്കാരത്തിന് 3-4 ഉളു എടുക്കേണ്ടി വരുന്നത്. അങ്ങനെ ഒക്കത്തിന് ഓപ്പർച്യൂണിറ്റി. ഇനിയിപ്പോൾ ഈ ഒരു പീരീഡ് നേരത്തെ നമ്മുടെ സ്കിൽസ്, നമ്മൾ കരിയർ സ്വപ്നം കാണുന്ന ആളാണെങ്കിൽ നമ്മുടെ സ്കിൽസും കാര്യങ്ങളും നമ്മളൊരു നല്ല തിരക്കിലുള്ള ജോലിയിൽ കയറി കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ നമുക്ക് സെൽഫ് ഡെവലപ്മെൻറ്റിനും കാര്യങ്ങളും വേറെ സാധനങ്ങൾ ചെയ്യൽ ഭയങ്കര ടാസ്ക് ആയിരിക്കും. പക്ഷേ ഇത് നല്ലൊരു പീരീഡാണ്. ഈ പാരൻറ്റിങ്ങിൻ്റെ പാരലായിട്ട് നമുക്ക് ഒരുപാട് പഠനങ്ങൾ നമ്മുടെ സ്കിൽസ് ബിൽഡപ്പ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ജയിലൊക്കെ അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയ ആളുകൾ. അതെ, 3 പ്രഗ്നൻസി അൽഹംദുലില്ല. പിന്നെ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യാൻ ചേർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1 മാസം മാത്രം ഗേറ്റിൻ്റെ പ്രിപ്പറേഷന് ക്ലാസ്സിന് പോയി. അപ്പോൾ പിന്നെ പ്രഗ്നൻ്റ് ആയി. പിന്നെ അത് റെസ്റ്റൊക്കെ ആയിട്ട് നിർത്തേണ്ടി വന്ന്. പക്ഷെ അൽഹംദുലില്ലാ അതിന് മുന്നേ ഞാൻ ഗേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ശേഷം ഗേറ്റ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും എനിക്ക് കിട്ടിയിട്ടില്ല. ആ പ്രഗ്നൻസിയിൽ എഴുതിയ ഗേറ്റ് എനിക്ക് കിട്ടുകയാണ്. അത് വെച്ചിട്ട് പിന്നെ എംടെക്കിന് ജോയിൻ ചെയ്യാം. എംടെക്കിന് ജോയിൻ ചെയ്യുമ്പോൾ 2ാമത്തെ മോളെയും പ്രഗ്നൻ്റ് ആണ്. അപ്പം ആ ഒരു പീരീഡൊക്കെ ശരിക്കും നമുക്ക് പ്രഗ്നൻസി ടൈമാണ്, ചെറിയ മോന് വേറെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് പിന്നെ എംടെക്കിന് ചേരുക എന്നൊക്കെ പറയണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ മോള് 2ാമത്തതും കൂടി ഉണ്ടായാൽ ചിലപ്പം ഫീഡിങ് ടൈമും എല്ലാം കൂടി ആയിട്ട് എംടെക്ക് പിന്നെ 2-3 വർഷമാണ് ഗേറ്റിൻ്റെ കാലാവധി ഉണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞു പോകും. പിന്നെ എനിക്ക് എംടെക്കിന് ജോയിൻ ചെയ്ത സ്റ്റൈപ്പൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ള ഒരു ഇതിൽ പിന്നീട് എംടെക്കിന് ജോയിൻ ചെയ്യണത് മോളെ 8ാം മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ. ആ സമയത്ത് എംടെക്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ഇത് വരികയാണ്, ടെൻഷൻ. എന്താണെന്ന് വെച്ചാൽ മോളെ വീട്ടിൽ വെച്ചിട്ട് പോകണം, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാഹ് എംടെക്ക് ഇതായിട്ട് 3 മാസം മെറ്റേണിറ്റി ലീവൊക്കെ കിട്ടി. മോളെ 1 മാസം പാലൊക്കെ വീട്ടിലെടുത്ത് വെച്ചിട്ട് പമ്പ് ചെയ്ത് അങ്ങനെ എടുത്ത് വെച്ചിട്ടൊക്കെ
പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന കോവിഡ് അൽഹംദുലില്ലാ എനിക്കൊരു അനുഗ്രഹമായിരുന്നു. ആ സമയത്ത് ഓൺലൈനായിട്ട് അങ്ങനെയൊന്നും പറയല്ലേ, ട്രോള് വരും. അങ്ങനല്ല, അങ്ങനെ അത് ഒരു മഹാമാരി ആണെങ്കിൽ കൂടി മറ്റുള്ളവർക്ക് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാധനമാണെങ്കിൽ കൂടി ഓൺലൈൻ ക്ലാസ്സുകളും മറ്റും വന്നപ്പം അത് എനിക്കെന്നല്ല ഒരുപാട് ഉമ്മമാർക്ക് മദേഴ്സിനൊക്കെ ആ ഒരു സമയത്ത് പിന്നെ ഒരുപാട് കോഴ്സുകൾ ചെയ്യാനും മറ്റൊക്കെ ഉള്ള അവസരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി ടൈം ആണെങ്കിലും പിന്നെ ഈ ഫീഡിങ് ടൈമിലാണെങ്കിലും നമ്മൾ ഈ റെസ്റ്റ് എടുക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിനെ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് PSC ഒക്കെ ചിലപ്പോൾ ഉമ്മമാർക്ക് കുറേ കിട്ടാൻ സാധ്യതകളുണ്ട്. അവർക്ക് ഈ റെസ്റ്റ് എടുക്കുന്ന സമയം എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ റെസ്റ്റ് ഒന്നല്ല, റെസ്റ്റ് എന്നൊക്കെ പേരന്നെ ഉള്ളൂ. ആ സമയത്ത് ഉമ്മമാർക്ക് അധികം പണികളുണ്ടാവും. പക്ഷെ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നവർക്ക് എല്ലാ സാഹചര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ അല്ല. അത് ഒരുപോലെ അല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിൽ നിന്ന് ചേർക്കാണ്. നമ്മൾ ഇബാദത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ തക്കവയാണ് പഠിച്ചവൻ്റെ അടുത്തേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു. നമ്മളെ നിയത്തിൻ്റെ മതമാണ് ഇസ്ലാം, അതൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് ഇതിൽ നമുക്ക് കഴിയുന്നതിൻ്റെ പരിധി ഓരോ ഉമ്മക്കും വ്യത്യസ്തമായിരിക്കും തോന്നിയിട്ടുണ്ട്. ഞാനൊരിക്കൽ ഒരു മണ്ടത്തരം ചെയ്തു. ഇപ്പം റമദാൻ്റെ സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ട് നമ്മൾ ഒരു ദിവസം ഒരു ജുസ് ഓതുന്നതിനെ പറ്റിയാൽ നമ്മൾ കുട്ടി ഉറങ്ങുമ്പോൾ വേഗം ഓതി തീർക്കുക, അടുക്കളയിലെ പണിയൊക്കെ മാറ്റി വെച്ചിട്ട്. അങ്ങനെ എന്തോ ഒരു സാധനം എന്തോ ഒരു ടിപ്പ് ഷെയർ ചെയ്തത് ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ ഒരു ഉമ്മ വളരെ ഇതായിട്ട് ഇടങ്ങാറായിട്ട് എന്നോട് വന്ന് സംസാരിക്കുകയാണ്. ആ ഇടങ്ങാറും ദേഷ്യമൊക്കെ കാണുന്നുണ്ട് കേട്ടോ ആ സംസാരത്തിൽ. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? മദറിങ് ഒരു എക്സ്ക്യൂസ് അല്ലല്ലോ, നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടൊരു പണി ചെയ്യല്ലേ, അപ്പോൾ കഴിയുന്നവർ ചെയ്തോട്ടെ, എന്തിനാണ് ഇതിങ്ങനെ കഴിയാത്തവരെ പ്രഷറൈസ് ചെയ്യണോ? പിന്നെ എന്താ പറയുക, ഇതിങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ട് എന്ന് കരുതി എല്ലാവരോടും ചെയ്യാൻ പറയണോ? അതൊരിക്കലും കഴിയൂല. അതിപ്പോൾ നേരത്തെ നമ്മുടെ ഡിസ്കഷനിൽ വന്നിരുന്നൊരു സാധനമാണ്, ഓരോ ആളുകളും ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അവരുടെ ചുറ്റുമുള്ള ഒരു കണ്ടീഷൻസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരുടെ ഇണകൾ, അവരുടെ കുടുംബം, ഇതൊക്കെ ആ ഒരാൾക്ക് വളരാന്നുണ്ടെങ്കിൽ അതിന് അത്രയും സപ്പോർട്ടിങ് സിസ്റ്റം വേണം. അൽഹംദുലില്ലാ അങ്ങനൊരു സിസ്റ്റം ഉള്ള ആളുകൾക്ക് മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ എനിക്കങ്ങനെ ഇല്ല, എനിക്ക് അങ്ങനൊന്നും പറ്റൂല, ഇന്ന ആരും സപ്പോർട്ട് ചെയ്യൂല എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ ഡൗണായി നിൽക്കുന്ന ആ ഒരു അവസ്ഥയും ഉണ്ടാവരുത്. നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, പടച്ചവനോട് തേടുക. ഈ സിസ്റ്റങ്ങളും എല്ലാ ഇതും ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ പറ്റുന്ന ആളാണ് അള്ളാഹു. അത് അവനോട് തേടുക, അവനടുത്ത് ദുആ നെയ്യത്ത് നമ്മളുടെ ആഗ്രഹങ്ങളെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈവൻ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ എന്ത് ചെയ്യണം എന്നാ പറയലെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കിപ്പോൾ കെട്ടിച്ച് പോകാനുള്ള വീട് അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ ചെറുതായി ക്ലാസ് മുതൽ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം എന്ന് പറയാറുണ്ട്. അങ്ങനെ ഏതൊരു 8ാം ക്ലാസ്സിലെങ്ങനെ പഠിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സാധനങ്ങളൊക്കെ അൽഹംദുലില്ലാ പഠിച്ചത് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളുടെ നിരന്തരമായ പ്രാർത്ഥനകളും നമ്മളുടെ ആഗ്രഹങ്ങളും, ഇപ്പോൾ മറ്റേ പൗലോ കോയിലോ പറയണത് എപ്പോഴും പറയലുണ്ടല്ലോ, നമ്മളുടെ ആ ഒരു സാധനം ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് ചുറ്റും സമൂഹം മൊത്തത്തിൽ ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് അല്ല, അതിൽ പൗലോ കോയിലോ അങ്ങനെയാണ് പറയണത്. പക്ഷേ പടച്ചവനാണ് അവിടെ കളിക്കുന്നത്. അത് നമ്മൾ ആഗ്രഹം സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ കളിക്കുകയാണ്. അത് പടച്ചവനോട് നമ്മൾ സ്ഥിരമായിട്ട് തേടുകയാണ്. അപ്പോൾ ആ പടച്ചവനാണ് നമുക്കുള്ള അവസരങ്ങൾ. അതും നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ സമയം വെച്ചിട്ടുണ്ടാവും. നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ചപ്പോൾ നമുക്ക് 30 വയസ്സായി. അപ്പോൾ അടുത്തൊരു 30 വയസ്സായ ഒരാൾ ചിലപ്പോൾ ഭയങ്കര പൈസക്കാരനും അല്ലെങ്കിൽ പൈസക്കാരി പെൺകുട്ടിയാണെങ്കിൽ അവർ ചിലപ്പോൾ ജോലിയോ കാര്യങ്ങളൊക്കെ കരിയറെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹൈ ലെവലിലൊക്കെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അവിടെ എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ആശങ്കയൊക്കെ ചിലപ്പോൾ നമുക്കുണ്ടാവും. പക്ഷെ അതിനേക്കാട്ടപ്പുറം നമുക്കിപ്പം എനിക്ക് പറയുകയാണെങ്കിൽ 3 മക്കളുണ്ട് അൽഹംദുലില്ലാ. ആ 3 മക്കളെന്ന് പറഞ്ഞാൽ ചില്ലറ ഇതല്ല. ആ 3 മക്കളെ പോറ്റുക വളർത്തുക എന്ന് പറഞ്ഞത് ഒരുപാട്, ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കഷനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, CV വരെ എഴുതാൻ പറ്റിയ അത്രയും പറയാറുണ്ട്. വിധുമറിയ ഉണ്ടല്ലോ, അവർ പറയാറുണ്ട് നമ്മൾ ബ്രേക്ക് വരുമല്ലോ മദർഹുഡിൻ്റെ സമയത്ത്, എന്തായാലും നമ്മൾ വീട്ടിൽ നിൽക്കേണ്ട അപ്പം നമുക്ക് വളരെ പ്രൗഡായിട്ട് തന്നെ CV എഴുതാൻ പറ്റണം മദർഹുഡ് ആയിരുന്നു. അതിൻ്റെ ക്വാളിറ്റീസ് ആണെങ്കിൽ ഒരുപാട് നമുക്ക് എഴുതാനുണ്ടാവും. നേരത്തെ ജൽവത്തന്നെ നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ പ്രൊജക്ട് മാനേജർ ആയതിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് കിട്ടിയത്. അത് പ്രൊജക്ട് കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജോലി ഇപ്പോൾ ചെയ്യുന്നത് തന്നെ. പിന്നെ എനിക്ക് തോന്നലുണ്ട് പലപ്പോഴും അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇൻപുട്സ് എനിക്ക് കൊടുക്കാൻ പറ്റുക, ഈ ഒരു എന്താണ് മാനേജിങ് എന്നുള്ളൊരു പവറൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ കുട്ടികളെ നോക്കുന്നതും. പിന്നെ അതുപോലെ GIOയിലൊക്കെ പ്രവർത്തിച്ചപ്പം ഉണ്ടായിരുന്ന ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആഡ് ഓൺ ചെയ്യാണ്. CV ശരിക്കും എഴുതണം എന്ന് എനിക്ക് കേട്ടപ്പോൾ ഫീൽ ചെയ്യണത്. ഈ കരിയർ ബ്രേക്ക് ഒക്കെ എടുക്കുന്നവർക്ക് എപ്പോഴും വരുന്നൊരു ആശങ്ക ഉണ്ടല്ലോ,
എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയി, ഞാൻ ആയില്ല എന്നുള്ളൊരു ബേജാറ്. ഞാനൊരു കോട്ട് വായിക്കണ്ടേ, എനിക്ക് ഇതിനോട് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഓരോ ചില ആളുകൾ 22ാമത്തെ വയസ്സിൽ അവരുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കി ഒരു 5 വർഷം അവർ നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. ചില ആളുകൾ ഇന്ന് 25ാമത്തെ വയസ്സിൽ തന്നെ കമ്പനീൻ്റെ CEO ആയിട്ട് അപ്പോയിൻ്റ് ചെയ്ത് അവരൊരു 50ാമത്തെ വയസ്സിൽ ചിലപ്പോൾ മരണം അടയുന്നുണ്ടാവും. ചില ആളുകൾ 70ാമത്തെ വയസ്സിലാണ്, ഇപ്പോൾ ട്രംപൊക്കെ ആണെങ്കിൽ അവർ അധികാരത്തിലേറുന്നത്. പക്ഷേ 55ാമത്തെ വയസ്സിലോ മറ്റോ ഒബാമ റിട്ടയറായി. അപ്പോൾ ആ ഒരു രീതിയിൽ ഓരോരുത്തരുടെ റൈസിലാണ്, ഓരോരുത്തരുടെ ഓട്ടത്തിലാണ്. അപ്പോൾ നമുക്കൊരിക്കലും മറ്റുള്ളവരെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരും അവനവൻ്റെ ടൈം ലൈനിലാണ് കിടന്ന് കളിക്കുന്നത്. അപ്പോൾ അത് ആർക്കും ആശങ്കപ്പെടേണ്ട അവസരങ്ങളല്ല. അവനവൻ്റെത് ഏറ്റവും നല്ല ആപ്റ്റായിട്ടുള്ള സമയത്ത് നമുക്ക് വന്നു ചേരും. അതിനുള്ള വിഭവങ്ങൾ സ്വരൂപിക്കുക, പ്രാർത്ഥിക്കുക, റിലാക്സ് ചെയ്യുക. അതാണ് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ പറഞ്ഞ കുട്ടികളെ പറഞ്ഞ ആയത്തിൽ സൂറത്ത് ആബുനിലാണ് 2 ആയത്തുകളിൽ അടുപ്പിച്ചിട്ട് ഒന്ന് നിങ്ങൾക്ക് അതുവാണ് ഇന്ന മിൻ ഔലാദിക്കും, അതിൽ പറയുന്നത് അതുവാണ് ശത്രുവാണെന്ന് പറയുന്നിടത്ത് അവരിൽ ചിലർ നിങ്ങൾക്ക് ശത്രുവാണെന്ന് പറയുന്നുണ്ട്. ഫിത്നത്താണെന്ന് പറയുന്നിടത്ത് എല്ലാവർക്കും ഇതാണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് അത്തഖുല്ലാഹ മസ്തത്തായത്തുന്നാണ്, നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ പഠിച്ചവനെ ഭയപ്പെടുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മളൊരു കൺക്ലൂഷൻ അത് തോന്നുന്നുണ്ട്. നമ്മളെ ഇബാദത്തിൻ്റെ അല്ലേ, നമുക്ക് എല്ലായിടത്തും ഉണ്ട് ബേജാറ്. നമ്മളെ നോമ്പുകൾ നഷ്ടപ്പെടുന്നിടത്ത് പ്രഗ്നൻസി ടൈമിൽ അത് ഫിദിയ കൊടുത്താൽ മതി എന്ന് പറയുന്ന ഫുഖഹാക്കൾ ഉണ്ടല്ലേ. അടുപ്പിച്ച് പ്രസവമൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര ഞെരുക്കായിരിക്കും. അതൊന്നും ചിലപ്പോൾ നമ്മൾ അത്ര പഠിപ്പിക്കപ്പെടൂല എന്നല്ല, നമ്മൾ നോറ്റ് വീട്ടണം തന്നെ ആയിരിക്കും നമ്മൾക്ക് ഉണ്ടാവുക. പക്ഷേ ഫിദിയ കൊടുത്താൽ മാത്രം മതി എന്നൊക്കെ നമുക്ക് കാണുന്നുണ്ട് ഫിഖ്ഹിൽ. അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയാനുള്ളത് ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസാഹ. നഫ്സായിട്ടാണ് നമ്മൾ ഓരോരുത്തരും പരിഗണിക്കുന്നത്. നേരത്തെ സംസാരത്തിൽ മുബിത്ത പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ കണക്റ്റായിട്ട് തോന്നി. റൂഹായിട്ടാണ് പരിഗണിക്കുന്നത്. അതിപ്പോൾ സ്ത്രീ പുരുഷൻ എന്നല്ല, പുരുഷന്മാരാണെങ്കിലും ഓരോരുത്തരും ഡിഫറെൻ്റ് അല്ലേ. വികലാംഗരുണ്ടാവും, ഇമോഷണലി ബാലൻസ് കുറഞ്ഞവരും കൂടിയവരും, ഫിസിക്കലി കൂടിയവരും കുറഞ്ഞവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് പഠിച്ചവൻ പരിഗണിക്കുന്നത്. ഓരോരുത്തരെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറെൻ്റ് ആണ് അല്ലേ, നമ്മൾ പറഞ്ഞു നേരത്തെ. അപ്പോൾ നമ്മളെ ആൻസർ ഷീറ്റ് സെയിം ആക്കാനുള്ള അത് നമ്മളെ സംസാരത്തിൽ പോലും ശരിക്കും നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ ഒരാൾ പറയുന്നത് ഓളെന്തോ അങ്ങനെ ആയല്ലോ, ഓൾ ഉമ്മയായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, നിനക്കെന്തോട് ചെയ്തുകൂടാന്നുള്ളത് വരാൻ പാടില്ല എന്നുള്ള. അപ്പോൾ പഠിച്ചവൻ പറഞ്ഞു വെക്കുന്നത് ഇത്തഖുല്ലാഹ മസ്തത്താഴത്തും, നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ പഠിച്ചവനെ ഭയക്കുക. അതിൻ്റെ തഫ്സീർ വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത് ഇത്തഖുല്ലാഹ ഹക്ക തുഖാത്തി, അങ്ങനെ ഉണ്ടല്ലോ, പഠിച്ചവനെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെടുക. അത് വന്നപ്പോൾ സ്വഹാബിമാർക്കൊക്കെ ഇടങ്ങേറായി. പഠിച്ചവനെ അത് അത്രയും എക്സ്ട്രീമാണല്ലോ, നമുക്ക് കഴിയുമെന്നുള്ളത്. അതിന് ശേഷമാണ് ഈ ആയത്ത് അവതരിച്ചതെന്നാണ് അല്ലേ, അങ്ങനെയാണ് തഫ്സീർ. എനിക്ക് പുതിയൊരു അറിവായിരുന്നു അത്. അപ്പോൾ ഉമ്മമാർക്ക് ഭയങ്കര ആശ്വാസം തരുന്ന ആയത്താണ് എനിക്ക് തോന്നിയിട്ടുണ്ട് മക്കളുമായിട്ട് ചേർന്ന്. ഇപ്പോൾ നമ്മൾ മക്കളുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് മക്കളില്ലാഞ്ഞിട്ട് ഇടങ്ങേറാവുന്ന ആളുകൾ. അവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവർക്കും പറഞ്ഞ മാതിരി സമയം പടച്ചോനെ ഇങ്ങനെ എത്തിക്കുമെന്നുള്ളതാണ് ഇൻഷാ അല്ലാ. അപ്പോൾ അത് ആ സമയത്തിലേക്ക് ഇങ്ങോട്ട് എത്തുക, അതിനുള്ള ദുആകൾ, പ്രാർത്ഥനകൾ ഉണ്ടാവുക, പിന്നെ ഈ സാഹചര്യങ്ങൾ ഒരുങ്ങി കിട്ടുക എന്നുള്ളതും അത് എല്ലാവർക്കും. ഇപ്പോൾ നമ്മൾ ഈ സംസാരം കേട്ടിട്ട് ഒരാൾ പോലും വിഷമിക്കരുത്, എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ലല്ലോ, എനിക്ക് ഇവളിങ്ങനെയൊക്കെ ചെയ്തല്ലോ പറയുമ്പോഴായാലും എന്തോ അല്ലേ. അതെ, എന്താണെങ്കിലും ഇപ്പോൾ അറ്റ്ലീസ്റ്റ് വായന വേണം എന്ന് പറയുന്നിടത്ത് പോലും ഓൾ അങ്ങനെ ചെയ്യണ്ടല്ലോ, ഇങ്ങനെ ചെയ്യണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ പോലും ചൂണ്ടിക്കാണിച്ച് പറയാൻ പാടില്ല. അത് ശരിക്കും ഓരോ ആളുകളും യുണീക്കാണ്. അവർക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് അവരുടേതായിട്ടുള്ള ഇപ്പം അല്ലെങ്കിൽ നമ്മൾ പഠിച്ചവനെല്ലാം കൂടി ഒരു യൂണിഫോമുള്ള ഒരു സാധനം പഠിച്ചു വിട്ടാൽ മതിയല്ലോ. ഇത് ഡിഫറെൻ്റ് ആയിട്ട് പഠിച്ചത് തന്നെ നിങ്ങൾ ഓരോരുത്തരും യുണീക്കായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഇന്ന സാറിയക്കും ലക്ഷത്ത, തീർച്ചയായും നിങ്ങളുടെ പരിശ്രമങ്ങൾ വിഭിന്നങ്ങളാകുന്നു എന്ന് പറഞ്ഞല്ലേ. ഇതിൽ നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു കാര്യമല്ലേ, നമ്മൾ ഓരോരുത്തരും കുട്ടീനെ നമ്മൾ ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്യണം. ഒരാളെ തന്നെ 2 കുട്ടികളും വ്യത്യസ്തമായിരിക്കും, ട്വിൻസിലും അഭിരുചികളെല്ലാം വ്യത്യസ്തമായിരിക്കും. അത് ഒബ്സർവ് ചെയ്തിട്ട് നമ്മളിലെ പാരൻറ്റും ഏത് സ്വഭാവക്കാരിയാണ്, എന്തൊക്കെ ക്വാളിറ്റീസാണ്, എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് മനസ്സിലാക്കണം. അപ്പോൾ ഏത് ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്താൽ എൻ്റെ പാരൻറ്റിങ് അടിപൊളിയാവും. അപ്പോൾ എൻ്റെ കുട്ടി ഈ ലിമിറ്റേഷൻ ഉള്ള ആളാണ്, അപ്പോൾ ഞാൻ അതിന് പകരം എന്ത് ചെയ്യണം, അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഏത് ജോലിൻ്റെ ഇടയിലും നമ്മുടെ പ്രൈമറി കൺസേൺ ഇത് വരണം. ഈ നേരത്തെ ഞാൻ തന്നെ പറഞ്ഞൊരു ദുആൻ്റെയും ഒക്കെ ഒരു പവറിൽ എനിക്ക് അനുഭവത്തിൽ നിന്നൊരു സാധനം പറയാന്ന് വെച്ചാൽ,
ഇപ്പം ഞാനും മക്കളെയും കൊണ്ടൊക്കെ ഇങ്ങനെ പരിപാടികൾക്ക് പോവാറുണ്ട്, അല്ലെങ്കിൽ എല്ലായിടത്തും യാത്ര ചെയ്യാറുണ്ട്. കാണുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ അത്ഭുതം തോന്നാറുണ്ട്. ഇടയിൽ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് ഇത്ര ഇടങ്ങാറായി പോണത് പരിപാടി? അതും കൂടി പറഞ്ഞോളൂ. ഓക്കെ, അത് എൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്, അതായത് കുട്ടികളെയും കൊണ്ട് ഇടങ്ങാറാവേണ്ട ആവശ്യമില്ല ശരിക്കും. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയാണ്, നമ്മൾ പഠിക്കുന്ന പിന്നെ കേൾക്കുന്ന ഒരുപാട് സ്വഹാബി വനിതകൾ, സ്വഹാബിമാർ, ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ എന്താണ്, ഇരുമ്പ് ചീർപ്പ് കൊണ്ട് അവരുടെ മേല് വാർന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടുള്ള ആളുകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചവനെ അൽഹംദുലില്ലാ നമുക്കൊരുപാട് ഈസിനെസ് ഉണ്ടാക്കി തരുന്നുണ്ട്. അതോടൊപ്പം പറയുന്നുണ്ട് എന്താണ്, നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളൊരു സാധനം കൂടി പറയുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താണ് എനിക്ക് അവരൊക്കെ പോയ സ്വർഗത്തേക്ക് എന്നല്ലേ ഞാനും പോകേണ്ടത് എന്നുള്ളൊരു തോട്ട് എന്നിൽ വരികയാണ്. അപ്പം ആ തോട്ട് വരുന്നിടത്താണ് ഞാനിങ്ങനെ ഇറങ്ങി പരിപാടികൾക്കൊക്കെ പോകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ സമൂഹത്തിന് വേണ്ടി ചെയ്യണം എന്നുള്ളൊരു തോട്ടൊക്കെ വന്നിട്ട് പോകുന്നത്. അപ്പോൾ ഈ കുട്ടികളെയും കൊണ്ടൊക്കെ ഇങ്ങനെ പോകുമ്പം പലപ്പോഴും ആളുകൾക്ക് ചോദിക്കലുണ്ട്, ഇവരൊക്കെ എങ്ങനെയാണ് ബസ്സിൽ കയറുന്നത് വരുന്നത്, അങ്ങനെ ഭയങ്കര ഞാൻ ചോദിച്ചു, 3 കുട്ടികളായിട്ടാണ് ജൽവത്ത് വന്നത്, എങ്ങനെയാണ് 3 ആളായിട്ട് നമ്മൾ എൻ്റെ ഒരു അനുഭവം, ഞാൻ മുന്നേ ഒരു പരിപാടിക്ക് ഇതുമാതിരി പോകുമ്പോൾ വലിയൊരു ബാഗുണ്ട്, 3-5 ദിവസത്തെ ഒരു പരിപാടിക്ക് പോവാം, വലിയ ബാഗുണ്ട്, ഇവരൊക്കെ ഡ്രസ്സുകൾ വേണം, നമ്മളെ ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ, അത്രയും ബാഗും മക്കൾ 2 ആളും കയ്യിലും പിന്നെ ഒരാൾ മുന്നിൽ മറ്റേ ബാഗിലും ഉണ്ട്. അപ്പോൾ ഇത്രയും കൊണ്ട് പോകുമ്പോൾ നിങ്ങളെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ അൽഹംദുലില്ലാ പടച്ചോന് മലക്കുകൾ ഇറക്കി ആ ബാഗ് താങ്ങിയ പോലെ എനിക്ക് അന്നേരം ഫീൽ ചെയ്തിരുന്നു. ആരോ ഒന്ന് ആ ബാഗ് എടുത്ത് പൊക്കി വെക്കുമ്പോൾ ഇത്ര വലിയ കാനുള്ള ബാഗാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ ആ സമയത്ത് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഓവറാക്കി പറയാമെന്നൊക്കെ തോന്നും, പക്ഷേ അത് ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യണതായിരിക്കും. പടച്ചോൻ ആ സമയത്ത് ഒരു ഈസിനെസ് നമ്മളെ മനസ്സിലിട്ട് തരുന്നതായിരിക്കും. ഇത്രയും എഫേർട്ട് എടുക്കുന്നിടത്തുള്ള അത് എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. അത് ചിലപ്പോൾ നമുക്ക് മാനസികമായിട്ടും ഭയങ്കര ഫിസിക്കലായിട്ടും ചിലപ്പോൾ സമ്മർദ്ദം ഉണ്ടാക്കി തരാം. പക്ഷേ പക്ഷേ അതൊരു എന്താണ് ഭയങ്കര ഒരു എന്താണ് ഇതുപോലെയാണ് പ്ലഷർ, അല്ലെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമാണ് അതിലുണ്ടായത്. വേറെ പല സന്തോഷങ്ങളും ഇപ്പൊ ടൂർ പോകണം, അത് കാര്യങ്ങളൊന്നും നമ്മൾ വേണ്ടെന്ന് വെക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇതിൽ എങ്ങനെ എക്സ്ക്യൂസ് പറയും? അങ്ങനെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവരൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയ മറ്റുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ മക്കൾക്കും ഇതിൽ ഈ പ്രസ്ഥാന പരിപാടികൾ കാര്യങ്ങൾ എല്ലാം, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഉമ്മ ഇത്രയും കഷ്ടപ്പെട്ട് പോണത് എന്നുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ അത്തരത്തിലുള്ള അറ്റ്മോസ്ഫിയറിൽ മക്കൾ വളരുന്നുണ്ട്, അവർ അത്തരത്തിലുള്ള കൂട്ടുകാരികൾ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അവർ കുറേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരികയാണ്. അവർ സ്വയം ഇപ്പം ബസ് കയറുന്ന കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഈ മക്കളൊക്കെ ഓരോരുത്തരെ എങ്ങനെ ബസ്സിൽ കയറ്റണം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവർ നേരെ, എനിക്ക് ആ മൂത്ത 2 മക്കളെ ഞാൻ പിടിക്കേണ്ട ഒരു ആവശ്യമില്ല, അത് നേരെ പിടിച്ച് പോയിട്ട് അവിടെ പോയിട്ട് ഇരുന്നോളും. അത് പിന്നെ അങ്ങനെ ആക്കിയെടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക് അൽഹംദുലില്ലാ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഓരോരുത്തർക്കും ഓരോ സമയത്തും ഞാൻ പറയണത് അതാണ്, ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തർക്കും അവർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയും ഡിഫറെൻ്റ് ആണ്. അപ്പം അതിനനുസരിച്ച് മാത്രം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് അത്രയും സപ്പോർട്ട് സിസ്റ്റവും എപ്പോഴും പറയാനുള്ളൊരു സാധനമാണ്, അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട സാധനമാണ്. കഴിഞ്ഞ റമദാനിലാണ് ഈ കാര്യം ശരിക്കും ഞാൻ ആലോചിക്കുന്നത്. ആ പോസ്റ്റ് ഇട്ടു, പിന്നെ ആ ഉമ്മൻ്റെ സംസാരം, ആ ഉമ്മക്ക് വേറൊന്നും കഴിയുന്നില്ല, ഉമ്മ വേറെ സപ്പോർട്ടില്ലാതെ എനിക്ക് തോന്നുന്നു കുട്ടീനെ നോക്കുന്ന. അപ്പം ആ ഉമ്മ സംസാരിച്ചപ്പോൾ എന്നോട് പറയുകയാണ്, നിങ്ങളിങ്ങനെ കുറച്ച് ആൾക്കാർ ചെയ്യുന്നത് വിചാരിച്ചിട്ട് എല്ലാവർക്കും പറ്റുന്നതെന്ന് വിചാരിക്കേണ്ട. അന്ന് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായെങ്കിലും അതൊരു വേറൊരു ചിന്തയിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. നമ്മളെവിടെയും പ്രഷറൈസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. നമുക്ക് കുട്ടികളായിട്ട് വീട്ടിലിരുന്നാൽ പോരെ, എന്നാൽ തന്നെ പഠിച്ചവന് നമ്മളെ ഒരു ഡ്യൂട്ടി, കുല്ലുക്കും റായും കുല്ലുക്കും മസൂലിൻ ആൻ റയ്യത്തിഹി എന്ന് പറയുന്നിടത്ത് എല്ലാവരും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്, ചോദ്യം ചെയ്യപ്പെടുന്നു പറയുന്നിടത്ത് സ്ത്രീകളുടെ ഉത്തരവാദിത്തമായിട്ട് പറയുന്നത് അവരുടെ കുട്ടികളും അവരുടെ വീടുമാണ് അല്ലേ, ഓരോരുത്തരെയും പറയുന്നുണ്ട്, പുരുഷൻ്റെ ഒക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞെടുത്ത് ഇപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ സ്ത്രീകളെ തേടുമ്പം വദൂദും വലൂദും ആയിട്ടുള്ള നന്നായി സ്നേഹിക്കലാണ് ഫസ്റ്റ് പറഞ്ഞത്. നല്ല സ്നേഹമുള്ളവർക്ക് കുറേ കുട്ടികളുണ്ടായിട്ട് എനിക്ക് അങ്ങനെ തോന്നി ചിലപ്പോൾ. വദൂദ് എന്ന് പറഞ്ഞാൽ ധാരാളം സ്നേഹിക്കുക, വലൂദ് എന്ന് പറഞ്ഞാൽ ധാരാളം മക്കളെ പ്രസവിക്കാൻ ഇഷ്ടമുള്ള അങ്ങനത്തെ പാരമ്പര്യമുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെടുത്ത് നമുക്ക് കുട്ടികളെ നോക്കി വീട്ടിലിരുന്നാൽ തന്നെ പ്രതിഫലം പറഞ്ഞെടുത്ത് നമ്മൾക്ക് അങ്ങനെ ഇരുന്നാൽ പോരെ എന്ന ചിന്ത ഇങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരോട് ഈ ചോദ്യം ചോദിച്ചു. നമ്മൾ റുക്സാന ഉണ്ടല്ലോ, റുക്സാന സാഹിബിനോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് തന്ന മറുപടി,
ഞാൻ കുട്ടികൾ ഉണ്ടായിരിക്കുകയാണ് പ്രസ്ഥാനത്തിൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചത്. അപ്പം എന്നോട് ആൾക്കാർ ചോദിച്ചിരുന്നു എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ട് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഒരു ചോദിക്കുന്നത്, നമുക്കൊരു PSC എക്സാം പാസ്സായിട്ട് നമുക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടുകാർ ഒരുമിച്ച് നിൽക്കൂലേ കുട്ടീനെ നോക്കാനും ഇതിന് PSC കിട്ടിയ ജോലിക്ക് പോകാനും. അപ്പോൾ നമ്മളിതിനെ വിജയത്തിൻ്റെ ഒരു മാനദണ്ഡം അതാണ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ളത്. നമുക്ക് പഠിച്ചവൻ്റെ അടുത്ത് ഒരുപാട് എൻ്റെ തുലാസ് നിറക്കാനാണ് ഞാൻ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എൻ്റെ തുലാസ് നിറക്കാനാണ് ഞാൻ ഈ ഓടുന്നത്. കുട്ടീനെ അത് ആണുങ്ങൾക്ക് പുരുഷന്മാരെ സംബന്ധിച്ച് വീട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അവർക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. നിങ്ങൾ ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു ആഹാരത്തിന് പോലും പ്രതിഫലമുണ്ട്, ഓരോ നാണയത്തൊട്ടിനും പ്രതിഫലമുണ്ട്. അപ്പോൾ ആ നാണയത്തൊട്ടിലെ പ്രതിഫലം മാത്രം നോക്കിയിരുന്ന് ജിഹാദിന് പോവാത്തൊരു വ്യക്തിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ എന്നിട്ട് റുക്സാന സാഹിബ അന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്, എന്നിട്ടും എനിക്ക് തൃപ്തിയാവാത്തപ്പം പറഞ്ഞത്, ലായുലിയോ ആമിലി മിൻ ദക്കരി നൗൻസ, സൂറത്ത് ആലിമ്രാനിലായത്താണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് പണിയെടുക്കുന്ന ഒരാളുടെ പണിയെയും ഞാൻ കുറച്ച് കാണൂല, അതിന് പൂർണ്ണമായ പ്രതിഫലം കിട്ടും. എന്നിട്ട് അതിൽ പറയുന്ന കാര്യമാണ് പ്രധാനം. അതിലെല്ലാം പറയുന്നുണ്ട്, ജിഹാദ് ചെയ്യുന്നവരെ പറയുന്നുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്, നാട് വിട്ട് പോകുന്നവരെ പറയുന്നുണ്ട് അല്ലേ. നമ്മൾ സ്വഹാബ വനിതകളെ പറയുമ്പം ഉമ്മു സുലൈം, നേരത്തെ പറഞ്ഞ അതേ ഉമ്മു സുലൈം പൂർണ്ണ ഗർഭിണിയായിരിക്കുക, 9 മാസമായിരിക്കുകയാണ്. ഹുനൈൻ യുദ്ധമാണെന്നാണ് എൻ്റെ ഓർമ്മ, ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഞാൻ വരും റസൂലിനെ തടയാൻ കഴിഞ്ഞില്ല, കാരണം അവരങ്ങനത്തെ സ്ത്രീയാണെന്നറിയാം. അങ്ങനെ പൊരുതുന്ന വയറുമായിട്ട് പൊരുതുന്ന ഒരു ഇതിനും അല്ലെ ഒരു വിമോചന ഇതിനും കാണിക്കാൻ പറ്റാത്ത ഒരു ഐക്കണ്ണെ നമുക്ക് കാണിച്ചു തരാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അല്ലേ, കുഞ്ഞിനെ ആയിട്ടാണ് ഒറ്റക്കാണ് ഹിജറ പോകുന്നത്. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. അന്ന് മരുഭൂമിയിലേക്ക് കൂടി മക്കയിലേക്ക് ദൂരങ്ങൾ താണ്ടിയിട്ട് ആ കുഞ്ഞിനായിട്ട് ഉമ്മു സലമ ഒറ്റക്കാണ് യാത്ര. ഇവരൊക്കെയാണ് നമ്മുടെ പ്രചോദനം എന്നിരിക്കെ നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയൂല എന്നുള്ളത് തന്നെയാണ് ഇൻഷാ അല്ലാ. അല്ല ഈ പിന്നെ നമ്മൾ ഈ പറയുന്ന സാധനങ്ങളിലൊക്കെ ഇപ്പം പറയുന്ന ഒരു കമൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുള്ളൊരു സാധനമാണ് ഈ പ്രിവിലേജസ്. ഹൈലി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാനും ഒക്കെ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനം. അപ്പം ആ പ്രിവിലേജസും എന്ന് പറഞ്ഞ പോലെ നേരത്തെ തന്നെ എനിക്ക് എപ്പോഴും ആഡ് ഓൺ ചെയ്യാനുള്ള സാധനം ഇതാണ്. പ്രിവിലേജസ് ഉണ്ടാവാനും നമ്മളുടെ നിരന്തരമായ ദുആകൾ പടച്ചവൻ്റെ അടുത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രിവിലേജസ് തന്നെ ഉണ്ടാവില്ല, എന്താണെങ്കിലും നമ്മൾ പടച്ചവൻ്റെ അടുത്ത് നിന്ന് തേടിക്കൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ എല്ലാം അതിന് വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക. ഫസ്റ്റ് തന്നെ ഓരോ പ്രവൃത്തിയും 2 തവണ ഹാപ്പൻ ചെയ്യുമെന്നാണ് പറയല്. അത് ഒന്ന് നമ്മളുടെ മനസ്സിൽ ആ ഒരു സംഭവം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് അത് നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് എത്തുള്ളൂ. അപ്പം അതുപോലെ നമ്മളുടെ മനസ്സിലാദ്യം ആ ഒരു കൊട്ടാരം പണിതിട്ട് നമ്മളൊരു കുടിലെങ്കിലും കെട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഇതിനൊക്കെ നമ്മളെ കൂടെ ഉള്ളവരുടെ സപ്പോർട്ട് ആവശ്യമുള്ള, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ഒരു എൻ്റയർ സൊസൈറ്റി വേണം, ഒരു നല്ല ഉമ്മ ഉണ്ടാവണമെങ്കിലും എൻ്റയർ സൊസൈറ്റി വേണം എന്നുള്ളതാണ്. ശരിക്കും GAOയിലൊക്കെ വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത്, ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ആളല്ല. അപ്പം അതിലേക്ക് വന്നപ്പോൾ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഒരു കുഞ്ഞുമായിട്ട് വരുമ്പം കുറേ തൊട്ടിലുകളാണ് എല്ലായിടത്തും. ഇപ്പം GAOൻ്റെ ഓഫീസിലേക്ക് വന്നപ്പം മോള് ഫ്രീ ആയിട്ട് കളിക്കുകയാണ്, അവിടെ കളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഞാൻ PG പഠിക്കുന്ന സമയത്താണ് പ്രഗ്നൻ്റ് ആവുന്നത്. അങ്ങനെ ഹോസ്റ്റലിന് വേണ്ടി പോയപ്പോൾ അവിടുത്തെ മാമിനോട്, ഞാൻ ഒരാളെ പറ്റി പറയല്ല, മാമിനോട് പറഞ്ഞു റൂം വേണം, കാരണം നമുക്ക് പ്രഗ്നൻസി ടൈമാണ്, പ്രഗ്നൻ്റ് ആവുന്നത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അന്ന് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കുഞ്ഞുണ്ടായതിന് ശേഷം ഇൻറ്റേർണൽ എക്സാം എഴുതാൻ വേണ്ടി പോവാണ്. 2 എക്സാം ഉണ്ട് ഒരു ദിവസം. ഉമ്മനായിട്ട് പോയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉമ്മനെ അവിടെ ഇരുത്തണം. എനിക്ക് പ്രയാസം തോന്നി, ഞാൻ കുഞ്ഞിനെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്കൊരു റൂം സജ്ജീകരിച്ച് തരാണ് നമ്മളെ HOD. എന്നിട്ട് ഞാൻ അവിടെ കുഞ്ഞിനെ ഫീഡ് ചെയ്തുകൊണ്ട് ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് HOD വന്ന് നോക്കിയിട്ട് കുഞ്ഞ് കരയുന്നുണ്ട്, ഫീഡ് ചെയ്യുന്നുണ്ട്, ഞാൻ എഴുതുന്നുണ്ട്, എന്നോട് വന്ന് പറയാണ് ആ കുഞ്ഞിന് പാൽ കൊടുക്കണം കേട്ടോ, കരയിച്ചിട്ടൊന്നും എക്സാം വേണ്ട. ഞാനിത് രണ്ട് ഐഡിയോളജീസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്ന്, പ്രഗ്നൻസി ചോയ്സ് അല്ലേ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കാണുന്ന വളർത്തിയെടുക്കപ്പെടുന്ന ഒരു സൊസൈറ്റി. രണ്ടാമത്തത്, കുഞ്ഞിന് പാല് കൊടുക്കണം. എന്നിട്ട് എനിക്ക് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആ സമയം എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണെന്ന്. എനിക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നു, പിന്നെ പ്രയാസം ഉണ്ടായിരുന്നു, പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒക്കെ സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് UGC നെറ്റിന് വേണ്ടി പഠിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു നെറ്റുമായിട്ട്
കയറി വരാൻ പറ്റുകയാണ്. അൽഹംദുലില്ലാ. ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ടീച്ചേഴ്സ് അന്ന് പറഞ്ഞത് JRFൻ്റെ മധുരം ഉണ്ട് എന്നുള്ള. ഞാൻ പറയുന്നത് രണ്ട് തരം ഇതിനെ സപ്പോർട്ട് സിസ്റ്റത്തിനെയാണ്. ഒന്ന് നിങ്ങളുടെ ചോയ്സ് അല്ലേ എന്ന് പറയുന്ന ഒന്നും, മറ്റൊന്ന് ആ സമയത്ത് എനിക്ക് കിട്ടിയ സമയത്ത് സാറ് പറയുന്നുണ്ടായിരുന്നു, അന്ന് കുഞ്ഞുമായിട്ട് വന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്ന് പറയുന്ന ഒരു സാർ, ഒരു HOD, ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് HOD. അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള, അപ്പോൾ രണ്ടാമത്തത് നമുക്ക് വേണമെന്നുള്ള ഞാൻ പറയാറുണ്ട്. സാധാരണ തൊട്ടിലകളുള്ള ഇത് മാത്രമല്ല, അങ്ങനത്തെ മാളുകൾ മാത്രമല്ല, അങ്ങനത്തെ കൊളോക്കിയങ്ങളും അങ്ങനത്തെ സെമിനാറുകളൊക്കെ നമുക്ക് ഉണ്ടാവണം. ഇൻഷാ അല്ലാ അങ്ങനത്തെ സ്പേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പണിയും കൂടിയാണ് GEO ചെയ്യുന്നത്. പഠിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ മോളെ പ്രസവവും കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ആ ഒരു മാസം കുട്ടീനെയും കൊണ്ട് അവിടെ വിട്ടേച്ച് പോകണതിൽ ഭയങ്കര ഇടങ്ങേറുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ HODൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. HOD പറയുമ്പോൾ ഒരു ലേഡി ആയിരുന്നു. അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിരുന്നു, എനിക്കൊരു ഇവിടെ ഒരു റൂം തരാൻ പറ്റുമോ, ഞാൻ കുട്ടീനെ ഉറക്കിയിട്ട് പാലെടുത്ത് അവിടെ തന്നെ ചെയ്യാം, ഇതിൻ്റെ തൊട്ടടുത്തൊരു റൂം തന്നാൽ മതി, അങ്ങനെ പഠിക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനൊന്നും പറ്റൂല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മളുടെ ലുലു മർജാനും അതുപോലെ ആഷിക്ക ഇവരൊക്കെ ഒരു വിപ്ലവം സൃഷ്ടിച്ചതാണ് ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോട്. അവിടെ ക്രഷ് അവരുടെ കുറേ മദേഴ്സ് ചേർന്നിട്ട് ആവശ്യപ്പെട്ട്, അപ്പോഴാണ് അറിയുന്നത് ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത്രേ കോളേജുകളിലൊക്കെ. അപ്പോൾ അവിടെ ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് തന്നെ അത് തുടങ്ങി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ക്രഷ്. എന്നിട്ട് അവിടെ മക്കൾ അപ്പോൾ സുഖമായിട്ട് ആ മദേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, പഠിക്കാൻ വരാൻ. പഠിക്കാൻ മാത്രമല്ല, കുട്ടി ആയതിൻ്റെ പേരിൽ അന്ന് അവിടുന്ന് പോയി ബ്രേക്ക് എടുക്കേണ്ടി വന്നൊരു ടീച്ചറിനെ വരെ തിരിച്ചു വിളിച്ചത്രേ. അപ്പം അവർക്കും കൂടി അവരൊരു അവസരം കിട്ടുകയാണ്. അപ്പോൾ ശരിക്കും ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബേജാർ തന്നെയാണ് കുട്ടികൾ എന്ത് ചെയ്യും എന്നുള്ളൊരു സാധനം. അപ്പോൾ അതും അവിടെ ഒരു ഇതാക്കി പോയിട്ടാണ്. അപ്പോൾ അതുപോലത്തെ ഒരു സൊസൈറ്റി ഇങ്ങനെ ആയി വരേണ്ടതുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്ക് ഞാൻ മോനെയും കൊണ്ടാണ് പോവുക. അപ്പോൾ മോനും ഓഫീസ് അറ്റ്മോസ്ഫിയറുമായിട്ടും അതുപോലെ അവിടുത്തെ കൊളീഗ്സുമായിട്ടും എല്ലാവരായിട്ടും ഇണങ്ങി, പിന്നെ അവനവിടെ ഒരു ബെഡും കിടക്കുകയൊക്കെ ഉണ്ട്, അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങലും, അങ്ങനെ ആ ഒരു സിസ്റ്റം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അത്തരത്തിലൊരു ചൈൽഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ജോലി സ്ഥലങ്ങളിലായാലും എന്താണ് എഡ്യൂക്കേഷൻ അറ്റ്ലീസ്റ്റ് PGയിലെങ്കിലും വേണം. PGയിലാണ് പൊതുവേ നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കല്യാണങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം അങ്ങനെ മെറ്റേണിറ്റി ലീവ് ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു സാധനമായിട്ട് പ്രോസസ്സായിട്ട് മാറണം എന്നുള്ളതാണ്. ഇത് എന്തോ ഇവര് പിന്നെ എന്തോ പാതകം ചെയ്ത പോലെ കുട്ടി അവരെ കുട്ടീനെ നോക്കാൻ പോവുക അങ്ങനെ എന്നൊക്കെ പറഞ്ഞ പോലെ, അത് ഈവൻ പ്രസവ വാർഡിൽ വരെ കുറ്റം ചെയ്ത പോലെയൊക്കെയാണ് വരുന്നത്. അതൊക്കെ വേറൊരു വിഷയമാണ്. അന്ന് സാറ് പറഞ്ഞ സംസാരത്തിൽ ഇങ്ങനെ വന്നിരുന്നു, നെറ്റ് കിട്ടിയതിന് ശേഷം ഈ പുതിയൊരു സൊസൈറ്റിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവർക്ക് മാത്രം ചെയ്യാം, പ്രസവിക്കുക എന്നുള്ള കാര്യം ഇവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അതിനുള്ള എല്ലാ സപ്പോർട്ട് സിസ്റ്റമായിട്ട് നമ്മൾ ഉണ്ടാവണം എന്നുള്ളത് ഇറ്റ്സ് അവർ ഡ്യൂട്ടി എന്നുള്ളതാണ്. അതാണ് സാർ പറഞ്ഞത്. ഭയങ്കര ഇൻസൈറ്റായിട്ട് ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാധനം. ഇതിൽ പിന്നെ മറ്റേ പ്രൈവറ്റ് കമ്പനികളൊക്കെ ചിന്തിക്കുന്ന ഒരു സാധനം എന്താ വെച്ചാൽ, ഞാൻ കുറേ ജോലി അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അവർ ചിന്തിക്കുന്നത് അവരുടെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെയാണ്. അവിടെയാണ് നമ്മളുടെ ഈ ഒരു മദർ ആയിട്ടുള്ള ഒരു കുട്ടിയുള്ള ഒരു മദർ വന്നിട്ട് അപ്ലൈ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതല്ലാതെ ഒരാണ് അല്ലെങ്കിൽ ഒരു പെണ്ണായോട്ടെ, കുട്ടിയൊന്നുമില്ല, ഒരു ബാധ്യതകളൊന്നും ഇല്ലാത്ത ഒരാൾ വന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ ഔട്ട്പുട്ടാണ് നോക്കുക. അപ്പോൾ അവരുടെ ഔട്ട്പുട്ട് മാത്രം നോക്കുമ്പോൾ എന്താവാണ്, ഈ മദറിനെ സ്വാഭാവികമായിട്ടും തള്ളുകയാണ്. അപ്പം അങ്ങനെ നോക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇവിടെ ഉള്ളത്, ഔട്ട്പുട്ട് മാത്രം നോക്കിക്കൊണ്ടുള്ളത്. പക്ഷേ ഇവർക്കൊക്കെ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഇനിയും ആളുകൾ വരണം എന്നുണ്ടെങ്കിൽ ഈ ഉമ്മമാർ പ്രസവിച്ച കുഞ്ഞുങ്ങൾ തന്നെ വേണമല്ലോ. ഇതിനും ഭാവിയില്ലേ. അപ്പോൾ അതിനെ ഈ ആളുകളൊക്കെ ടേക്കപ്പ് ചെയ്യണം എന്നുള്ളൊരു സാധനം സമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ച പോലെ പള്ളികളിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികൾക്ക് അത്രയും രസമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുത്തെങ്കിൽ ബാക്കി ഇടങ്ങളിൽ ഉണ്ടാക്കാൻ എന്താണ് പണി? എത്രയും തക്കവയും ഖുശൂവും വേണ്ട ഇടങ്ങളിൽ പോലും റസൂൽ അങ്ങനെ ഉണ്ടാക്കി മാതൃക കാണിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഇടങ്ങളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇൻഷാ അല്ലാ അങ്ങനത്തെ ഒരു സൊസൈറ്റി ഉണ്ടാവട്ടെ, നമ്മുടെ ചർച്ചകൾക്ക് ഒരു തുടക്കമാവട്ടെ എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ചർച്ചകൾ ഒരുപാട് നീണ്ടു പോകേണ്ട ചർച്ചകളാണ്. നമ്മൾ ഓരോ ആളുകളും പിന്നെ ഡിഫറെൻ്റ് ആണ് എന്നുള്ളതും അതുപോലെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ് എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് പറ്റുന്നിടത്ത് നമ്മളുടെ മാക്സിമം ചെയ്യാനും
ഇനിയും ഇതുപോലത്തെ ചർച്ചകളും ഇതിലപ്പുറം ഇതിൻ്റെ ഡിസ്കഷൻസ് ഒരുപാട് ഭാഗങ്ങളിൽ നമ്മൾ പകുതി വെച്ച് നിർത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് ചർച്ചകൾക്ക് ഉള്ള കാര്യങ്ങളാണ്. അത്തരത്തിൽ മുന്നോട്ട് പോകാനും ഒരുപാട് അറിവ് നേടുവാനും നല്ല നല്ല മദേഴ്സായിട്ട് മാറുവാനും നമുക്ക് സാധിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.